ചെയ്യുന്നു. ആമേൻ. അനവധി കർത്താവിന്റെ ഭക്തിമാർ, കർത്താവിന്റെ ദാസന്മാര് ഉണ്ട്. അവർക്കെല്ലാവർക്കുമായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഈ രാത്രിയിൽ നമ്മുടെ മേൽ ശക്തിയോടെ വെളിപ്പെടേണ്ടതിനായി ആഴമായി നമുക്ക് ദൈവത്തോടെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് രാത്രി നമ്മോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈ രാത്രി നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാംക്ഷോടായിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കും. നമുക്കറിയാം, ദൈവശബ്ദം കേട്ടവരാരും പിന്തിരിഞ്ഞു പോയിട്ടില്ല. ദൈവശബ്ദം കേട്ടവരാരും തകർന്നു പോയിട്ടില്ല. മാനുഷിക ശബ്ദത്തിന്റെ പുറകെ പോയവരൊക്കെ പല വഴിക്ക് വെച്ച് അവർ തകർന്നു പോയപ്പോൾ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നിന്നവരെ ഒന്നും ഇന്ന് വരെയും ദൈവം തകർത്ത് കളഞ്ഞു. നമുക്കറിയാം, അബ്രഹാം ദൈവശബ്ദം കേട്ടിറങ്ങിയത് കൊണ്ട് അവസാന സമയം വരെ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനിട വന്നു. ആദ്യം ദൈവത്തെ കാണുന്നതിന് മുമ്പ് അബ്രഹാം കേട്ടത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവശബ്ദം കേട്ടതിന് ശേഷമാണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിനകത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കടന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ട് അവന് വാഗ്ദത്തങ്ങളും അരുളപ്പാടുകളും കൊടുത്തിറക്കുക. അപ്പോൾ ശബ്ദം കേട്ടു ആളെ തിരിഞ്ഞറിഞ്ഞില്ല. നമ്മൾ ആളെ കൂടെ അറിഞ്ഞെങ്കിലേ ഇറങ്ങത്തുള്ളൂ. സ്തോത്രം. എന്നെ വിളിച്ചത് ആരാന്നൊന്നുള്ള കാണിക്കാമെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോകാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നമ്മൾ നിൽക്കും. പക്ഷെങ്കിൽ കർത്താവിനെ കണ്ടില്ല. കാണുന്നതിന് മുമ്പ് ശബ്ദം കേട്ടതേ ഉള്ളൂ. ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞു, ഇത് മാനുഷിക ശബ്ദമല്ല, ഇത് ദൈവശബ്ദമാണ്. ഇതെന്നെ വഴിയിലിടുന്ന ശബ്ദമല്ല, ഇതെന്നെ വഴി തുറക്കുന്ന ശബ്ദമാണ്. ഇതെവിടെയോ എന്നെ എത്തിക്കുന്നൊരു സൗണ്ടാണെന്ന് മനസ്സിലാക്കിയ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ ഭക്തന് വേണ്ടി കർത്താവ് അത്ഭുതകരം വെളിപ്പെടുത്തിയെങ്കിൽ ദൈവശബ്ദം കേട്ട ദൈവമക്കളൊന്നും താളടിയാകത്തില്ല. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ 2-3 വർഷമായി ഒത്തിരി ദൈവശബ്ദം കേൾക്കുന്നു. എനിക്കത് കൂടുതൽ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവശബ്ദം ദൈവത്തിന്റെ ആത്മാവിൽ ദൈവദാസന്മാർ, ദൈവമക്കൾ പറഞ്ഞ പ്രവചന സന്ദേശങ്ങളൊക്കെ എഴുതി എൻ്റെ ഒരു ഡയറി മുഴുവനും തീർന്നു. സ്തോത്രം. അപ്പൊ അത്രയ്ക്ക് ദൈവശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഇത് കഴിയുമ്പോഴും ദൈവശബ്ദം കേൾക്കും. ഈ ആരാധന തീർന്നാലും നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ഒരാമയും പറഞ്ഞ ശക്തിയോടെ ദൈവശബ്ദം നമ്മളെ ലെവല് മാറ്റി ഉപയോഗിക്കും കേട്ടോ. ദൈവശബ്ദം നമ്മളെ ലെവല് മാറ്റി ഉപയോഗിക്കും. അതിനാൽ ഞാൻ കർത്താവിന് എത്ര പേർ സന്തോഷമുണ്ട് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്ത്. കർത്താവ് ഈ രാത്രി എന്നെ ഉപയോഗിക്കും. കർത്താവ് ഈ രാത്രിയിൽ എന്നെ ശക്തീകരിക്കും. ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശബ്ദം വേറൊരു ലെവലിലേക്ക് എന്നെ എത്തിക്കുമെന്ന് ഉറപ്പുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസ്ഥനായിരിക്കാം. ചില നിമിഷം നിങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. അനാധാരമായ 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗം ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാമത് വേദഭാഗം ശബ്ദമുയർത്തി ഇന്ന് രാത്രി ദൈവജനമാരിലും വായിച്ച. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി 2 മുഴങ്ങും. മതി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്ന യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, ഇത് കേൾക്കുന്നവന്റെ ചെവി 2 മുഴങ്ങും. ഒരാമയും പറഞ്ഞ ശക്തിയോടെ. ഹല്ലേലൂയ. ഇസ്രായേലിൽ ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്യും. ഇസ്രായേലിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നവന്റെ ചെവി 2 മുഴങ്ങും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം ആദിയിൽ എന്ന് തുടങ്ങുന്ന ബൈബിൾ ആമേൻ എന്ന പദത്തിലാണ് അവസാനിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പദം തുടങ്ങും. വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം അവസാന വാക്യം ആമേൻ എന്ന പരിസമാപ്തിക്കുക. 66 പുസ്തകം അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം. നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന അല്ലെ. സ്തോത്രം. ഹല്ലേലൂയ. ആദിയിൽ ദൈവം. അപ്പൊ 1-ാം സ്ഥാനം ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത്. 1-ാം സ്ഥാനം ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1-ാം സ്ഥാനം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന് സ്ഥാനം കൊടുത്തപ്പോൾ നമ്മുടെ ജീവിതത്തിലും 1-ാം സ്ഥാനം ദൈവത്തിനായിരിക്കണം. രാമൻ പറഞ്ഞ ശക്തിയോടെ 1-ാം സ്ഥാനം ആര് ദൈവത്തിന് കൊടുക്കുന്നോ അവനെ ദൈവം തമ്പുരാൻ 1-ാം സ്ഥാനത്ത് എത്തിക്കും.
ഹല്ലേലൂയ. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ, എന്തെങ്കിലും പ്രൊമോഷൻ, എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എന്റെ ദൈവത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ദൈവമക്കൾ ഒരിടത്തും പിന്മാറി പോകത്തില്ല. അവരെ ദൈവം തമ്പുരാൻ ആദരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നാം അധ്യായത്തിൽ തന്നെ ആത്മാവിന്റെ പ്രവൃത്തിയുടെ തുടങ്ങുന്ന പുസ്തകമാണ്. ഒന്നാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു. അപ്പൊ അറിയാം, ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചപ്പോൾ പാഴും ശൂന്യമായി കിടന്ന ഭൂമിക്കകത്ത് ഒരു ചലനമുണ്ടായതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് ഇടപെടുകയാണ്. എവിടെ ആത്മാവ് ഇറങ്ങുന്നു അവിടെ ചലനങ്ങൾ സംഭവിക്കും. ചലിക്കാതെ കിടക്കുന്ന ചില മേഖലകൾ, ഉണർവില്ലാതെ കിടക്കുന്ന ചില മേഖലകൾ, സ്തംഭിച്ച് നിൽക്കുന്ന ചില മേഖലകൾ, ഒരനക്കം വെക്കാതെ നിൽക്കുകയാണ് പറഞ്ഞ ചില മേഖലകൾ, എന്റെ പേപ്പർ ഒന്ന് മൂവ് ചെയ്യുന്നില്ലല്ലോ ചിന്തിക്കുന്ന ചില മേഖലകൾ, ഒരു കാരണവശാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾക്ക് ദൈവം തമ്പുരാൻ ചില ചലനങ്ങൾ വെപ്പിക്കാൻ പോയി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എന്നും കൊന്നും ഇന്നിങ്ങനെ ഇരിക്കണവളല്ല, എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുമെന്ന് ഇന്ന് രാത്രിയിൽ അന്ധമായി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എവിടെയോ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയോ ചലനമില്ലാതെ കിടക്കുന്ന ചില ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വിടുതൽ നടന്നായിരുന്നെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി എന്ന് കാണാമായിരുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിലേക്ക് ദൈവം ഉപയോഗിച്ചണമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഒരു ചലനം ഇന്ന് രാത്രി ദൈവമക്കൾ പ്രതീക്ഷിക്കുക. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗമാണ് ഇന്ന് രാത്രി വായിച്ചത്. അവൻ ആ വചനം വായിക്കുമ്പോൾ എനിക്ക് വളരെ ചിന്തിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനം കിടപ്പുണ്ട്. നിങ്ങൾ ശാന്തമായി കേൾക്കണേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. സ്തോത്രം. ആരും ഉറങ്ങരുത്. കഴിഞ്ഞ ദിവസം ഒരു സൂം മീറ്റിങ്ങിനകത്ത് കയറി ഒരാൾ ഭയങ്കര ഉറക്കമായിരുന്നു. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ച് 1.5 മണിക്കൂർ ഉറക്കമായിരുന്നു. ഇത്രയും കിടന്ന് ബഹളം വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം. സ്തോത്രം. ചിലർക്ക് പാ കണ്ടാൽ ഉറങ്ങും, ചിലർക്ക് സൂം കണ്ടാൽ ഉറങ്ങും, ബൈബിള് തുറന്നാൽ ഉറക്കം പല വിധത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ, ഒരാളോട് പറഞ്ഞു, പാസ്റ്റർ ബൈബിളിനകത്ത് പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ഉറക്കം പിടിക്കും. അതിനകത്ത് ഉറങ്ങാൻ പറ്റുന്ന ഒരു ഗുളിക എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകമാണ് ചിലർ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും മയങ്ങി ഉറങ്ങരുത്. ഒരാത്മാവിൽ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഉണർവോടെ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ 5 മണിക്ക് വെളുപ്പിനെ തുടങ്ങിയ യാത്രയാണ്. ഇപ്പോഴും എന്റെ യാത്ര തീർന്നിട്ടില്ല. കുമളിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭാരമില്ല. നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കുക. കർത്താവ് രാത്രി നമ്മുടെ സംസാരിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. ആമേൻ. വചനത്തിൽ വായിക്കുന്നത് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ, കാരണം ഞാൻ എന്നെ വളരെ ചിന്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതം, ചില അമ്മമാരോട് പ്രാരംഭത്തിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് പറയാൻ ആഗ്രഹിക്കുക. എന്നറിയാമോ, ശമൂവേലിന്റെ പുസ്തകം ആരംഭിക്കുന്നത് 1 ശമൂവേൽ 2 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തന്നെ വളരെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് കാണുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ തലമുറയുടെ പേരിലെ പുസ്തകം അറിയപ്പെടുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിന്റെ തലമുറയുടെ പേര് ചിലതൊക്കെ അറിയപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിന്റെ തലമുറ നിസ്സാരക്കാരനാകത്തില്ല, നിന്റെ തലമുറ നിസ്സാരക്കാരിയാകത്തില്ല. നിന്റെ തലമുറയുടെ പേര് ചില പുസ്തകങ്ങൾ പുറത്തു വരും. നിന്റെ തലമുറയുടെ പേര് ചിലതൊക്കെ എഴുതി കുറിക്കുമെന്ന് എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഒരമ്മയുടെ പ്രാർത്ഥന ഒരു തലമുറയ്ക്കുണ്ടെങ്കിൽ ലോകത്തിൽ ആര് പ്രാർത്ഥിച്ചില്ലേലും അത് പേടിക്കണ്ട. ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു അമ്മയുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ എവിടെയോ തലമുറയുടെ യേശസ് ഉയർത്തപ്പെടാൻ പോകുക, എവിടെയോ തലമുറയുടെ തല ഉയർത്തപ്പെടാൻ പോകുക. ഒരു തലമുറ എവിടെങ്കിലും സ്ഥാനമാനങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തലമുറ എവിടെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ പുറകിലുള്ളത് കൊണ്ട് എത്ര മാതാപിതാക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? എന്റെ പ്രാർത്ഥന കൊണ്ട് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപൻ, രൂത്ത്, ആമേൻ, 1-2 ശമൂവേൽ. പണ്ടൊരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു ആന്റി എന്നോട് പറഞ്ഞു, ഈ സൂമിനകത്ത് ഇല്ല ഇന്ന്. ഞാൻ നോക്കുമായിരുന്നു ഉണ്ടോന്ന്. ആമേൻ. ചിലർ കുറ്റം പറയുമ്പോൾ നമ്മൾ നോക്കണമല്ല ആളുണ്ടോന്ന്. കുറ്റമല്ല, ഉള്ള കാര്യം. ഒരിക്കലും പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ വചനത്തിൽ വായിച്ചിട്ടുണ്ടോ, ഹന്നയ്ക്ക് 2 ശമൂവേൽ ഉണ്ടായിരുന്നു. ആമേ ആമേ ആമേ. രണ്ട് മക്കൾ, 2-നും ശമൂവേൽ എന്നാ പേരിട്ടെന്ന്. സ്തോത്രം പറയുമ്പോൾ മനസ്സിലായോ?
അപ്പൊ ഈ പുസ്തകത്തിന്റെ പേര് 1 ശമൂവേൽ 2 ശമൂവേൽ എന്നായപ്പോൾ അമ്മാമ്മയുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു 2 മക്കളുണ്ട്, അത് രണ്ടിനും ശമൂവേൽ 1 ശമൂവേൽ 2 എന്നിട്ട് സ്വതന്ത്രം പറഞ്ഞാട്ടെ. മനസ്സിലായോ? അപ്പൊ അങ്ങനൊന്നുമില്ല, ശമൂവേൽ ഒറ്റപുത്രനായിരുന്നു കേട്ടോ. പക്ഷെ പിൽക്കാലത്ത് അവനെ ദൈവം പ്രവാചകനാക്കി മാറ്റി. എത്ര മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ട് എന്റെ തലമുറ നാളത്തെ പ്രവാചകരാണ്? ഹാലല്ലൂയ, ഹാലല്ലൂയ. അപ്പൊ എന്റെ തലമുറ നാളത്തെ അനുഗ്രഹത്തിന്റെ വക്താവാണെന്ന് ചിന്തിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ എഫ്രൈം മലനാട് എന്ന് കാണുന്നു. എഫ്രൈം മലനാട് എന്താണ്? ഈ എഫ്രൈം മലനാട് എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഇതൊരു തോടായിരുന്നു. എഫ്രൈം തോടായിരുന്നു, അത് മലനാടല്ല, ആ ഒരു തോടായിരുന്നു. സ്തോത്രം. ഒരു കാലത്ത് യോസഫിന്റെ 2 തലമുറകൾ, 1 മനശ്ശ, 2 എഫ്രൈം. ഒരാമയും പറഞ്ഞ ശക്തിയോടെ. യോസഫിന് 2 മക്കളുണ്ടായിരുന്നു. 1 മനശ്ശ, 2 എഫ്രൈം. മനശ്ശ എന്ന വാക്കിനകത്ത് മറവി എന്നും എഫ്രൈം എന്ന വാക്കിനകത്ത് കൃപ എന്നുമാ. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. മനശ്ശ എന്ന വാക്കിന്റെ അർത്ഥം മറവി എന്നും എഫ്രൈം എന്ന വാക്കിന്റെ കൃപ എന്നുമാ. പ്രാർത്ഥിക്കുന്ന ദൈവദാസിയുമാണ് ഞാൻ പറയാം, ചിലത് മറക്കാമെങ്കിൽ ദൈവ കൃപ തരാൻ ശക്തനാ. ഒരാമേൻ പറഞ്ഞാട്ടെ. നമ്മളൊന്നും മറക്കത്തില്ല. അപ്പൊ അന്ന് പണ്ടാരാണ്ട് പറഞ്ഞ കാര്യം ഓർത്തോണ്ട് ഇപ്പോഴും ഇരിക്കുക. അതുകൊണ്ട് ചിലതൊക്കെ മറക്കാമെങ്കിൽ ദൈവം നമുക്ക് കൃപ തരും, കൃപ തരും, കൃപ തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ മറക്കാൻ തയ്യാറാണ്, പക്ഷെ എനിക്കൊരു കൃപ ആവശ്യമാ, എനിക്കൊരു കൃപ ആവശ്യമാ. ഒരു കൃപ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോ യോസഫിന്റെ 2 മക്കളുള്ളതിൽ മൂത്തവന്റെ പേര് മനശ്ശ എന്നും ഇളയവന്റെ പേര് എഫ്രൈം എന്നുമാ. ഒരു കാലത്ത് ഈ യാക്കോബിന്റെ തലമുറയ്ക്ക് വേണ്ടി അപ്പനായിരിക്കുന്ന യോസഫ് മാറ്റിയിട്ട ഒരു സ്ഥലമാണ് ഈ മലനാട് എന്ന് പറയുന്നത്. ഇതൊരു തോടായിരുന്നു, അതായത് മണ്ണ് നികത്തിയിട്ടാണ് അവരുടെ ബിൽഡിംഗ് അടിച്ചത്. അപ്പോൾ ഇവിടെ ഇതൊരു നാടായി മാറിയത് ദൈവത്തിന്റെ ആത്മാവ് വാസം ചെയ്തപ്പോഴാ. അപ്പൊ പിൻകാലത്ത് യാക്കോബിന്റെ 2 തലമുറകൾ പാർത്തതിന് ശേഷം ആ സ്ഥലത്ത് താമസിച്ചത് ഹന്നായും തന്റെ കുടുംബമാ. ഒരാമയും പറഞ്ഞാൽ ശക്തിയോട്. മനസ്സിലായോ? ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അന്നത്തെ കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാര് പാർത്ത സ്ഥലത്താണ് പ്രാർത്ഥിക്കുന്ന സഹോദരി പാർത്തത്. അവക്ക് ഒന്നേ ഇല്ലായിരുന്നുള്ളൂ, മക്കള് മാത്രമില്ലായിരുന്നു, ബാക്കി എല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. എല്ലാം നന്മകളും ദൈവം കൊടുത്തു. ദൈവത്തിന്റെ പൈതലെ, ആ ഇല്ലാത്തതിന്റെ പേരിൽ അവൾ ഒത്തിരി നിന്ന സഹിക്കാനായിട്ട് വന്നു. ഏത് കാര്യമാണ് നിനക്ക് ഇല്ലാത്തത്, അതിന്റെ പേരിൽ നീ നിന്ദിക്കപ്പെടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കിക്കൊണ്ട് പറയുകയാ, നിന്റെ ഇല്ലായ്മയുടെ കാലങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തവരെ ചിലതൊക്കെ നിനക്ക് ഉളവാകാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ചിലത് ദൈവം തരാൻ പോകുകയാ, എന്റെ അകത്ത് ചിലത് ഉളവാകാൻ പോകുകയാ. ഇതുവരെയും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചത് ചിലത് ഉളവാകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് കന്ന പാർത്ത ഒരു സ്ഥലം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോസഫിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തൊരു സ്ഥലമായിരുന്നു മലനാട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഈ മലനാട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മനശ്ശെ എഫ്രൈമും ചെന്ന് നോക്കിയപ്പോൾ അതെല്ലാം കാട് പിടിച്ച് കിടക്കുക, മൊത്തം കാട് പിടിച്ച്. ചിലരെ വസ്തു മുഴുവനും കാട് പിടിച്ച് കിടക്കുക, ചിലരെ അവകാശം മുഴുവനും കാട് പിടിച്ച് കിടക്കുക. ചിലർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ മുഴുവനും കാട് പിടിക്കുന്ന വാക്കെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് പിറകിൽ കേട്ട ദൂത് ഇന്നും നിവർത്തീകരിക്കപ്പെടാനുണ്ട്. പക്ഷേ ആ ഭക്തന്മാർ ചെയ്ത് കേൾക്കണോ? ആ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അവര് പറഞ്ഞു, നമ്മുടെ അപ്പൻ മൂത്തവൻ ഇളയവനോട് പറഞ്ഞു, എഫ്രൈമേ, എന്റെ അപ്പനും നിന്റെ അപ്പനും യോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്നു, ആരുടെയും പിടിച്ചു പറിച്ചിട്ടല്ല. കാരാഗൃഹവാസമാനിച്ചു, ആരെ മോഷ്ടിച്ചിട്ടല്ല. അവൻ സഹോദരന്മാരാൽ എന്റെ അപ്പൻ നിന്ദിക്കപ്പെട്ടെങ്കിൽ മക്കളായ നമ്മൾ 2 പേര് കരം കൊടുക്കാൻ പോവാ. കാരണം നമ്മുടെ അപ്പന്റെ കണ്ണടയുന്നതിന് മുമ്പ് നമുക്കൊരു വീട് പണിയണം. ഒരാമയും പറഞ്ഞാട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ പൈതലെ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ വാഗ്ദത്ത ഭൂമിക്കകത്ത് നിന്റെ തലമുറ ഒരു വലിയ അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തോണേ. പിശാച് പറയുന്നു നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയുന്നു നിന്റെ തലമുറയെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ ആത്മാവ് ചില ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്റെ തലമുറയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും കേട്ടോ. അവർ
ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി നിന്റെ തലമുറ ഏകീഭവിക്കാൻ പോകുകയാ. ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി നിന്റെ തലമുറ യോജിക്കാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ തലമുറകളെ ഓർത്തുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ തലമുറ ഇന്ന് കരം കൊടുക്കുന്ന രാത്രിയാ. എന്റെ തലമുറ ഇന്ന് യോജിക്കുന്ന രാത്രിയാ. അവരെ വിഘടിപ്പിക്കുന്ന, അവരെ രണ്ട് തലത്തിലേക്ക് മാറ്റുന്ന ആ ദുരാത്മാവിന്റെ വ്യാപാരത്തെ ഇന്ന് രാത്രി ഞാൻ വെട്ടിമാറ്റിക്കൊണ്ട് ആ തലമുറയിലേക്ക് ഞാനിതാ എന്റെ പകരപ്പെട്ട അഭിഷേകത്തെ ഇന്ന് രാത്രി ഞാൻ പകരുകയാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, ഹാലലൂയ. ഈ സൂം ആമേൻ നടത്തുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന പറയട്ടെ. ചിലതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ആരംഭിക്കാൻ പോകട്ടോ. എഫ്രൈം മലനാട്ടിൽ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് കാട് പിടിച്ച ആ വാക്തത്വത്തെ മൂടിയിട്ടവിടെ നടുവിൽ എഫ്രൈമും മനസ്സേം പറഞ്ഞില്ല, ആ കാട് നമ്മൾ വെട്ടാൻ പോകുകയാ. ആ മലനാട് നമ്മുടെ അപ്പന്റെ ആണെങ്കിൽ അപ്പന്റെ വാസസ്ഥലത്ത് നമ്മൾ ബിൽഡിംഗ് അടിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നടക്കത്തില്ല എന്ന പിശാച് വിധി പറഞ്ഞെടുത്ത് ദൈവം ചിലതിനെ നടപ്പിലാക്കാൻ പോകുകയാ. ഉടമന റമനഗസിയ ഇന്നലകളിൽ അടച്ച ചില വാതിലുകളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ചിലതൊക്കെ ദൈവാത്മ ചെയ്തെടുക്കുന്ന ചില നാളുകളാണ്. പ്രാർത്ഥിച്ചോ, കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവാ. ഈ വെല്ലുവിളി വരെ നമുക്ക് നല്ലതാ കേട്ടോ. ചിലര് പറഞ്ഞു തന്നെ എല്ലാവരും അങ്ങ് വെല്ലുവിളിക്കുക. ഈ വെല്ലുവിളി വരുന്നത് നമുക്ക് അനുഗ്രഹമാണ്. കാര്യം ഈ വെല്ലുവിളികളുടെ നടുവില ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെ പോലെ ആക്കി കളയാൻ പിശാച് പലവട്ടം വേട്ടയാടിയ ചില സ്ഥാനത്ത് എന്നോട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു ഇരമ്യാവിനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടാൻ ദൈവം ഒരു ആത്മാവിന്റെ നിയോഗം ഇന്ന് രാത്രിയിൽ അവിടെ അയക്കാൻ പോകുകയാണ്. ഒരാമേ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടാൻ, ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടാൻ. കൂട്ടിനാരും കാണുന്നത്, ഈ കൂട്ടുകാർ കൂട്ടുമ്പോൾ ഒരു പരിപാടി നടക്കത്തില്ല. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പടവെട്ടാൻ ഒരു ഭക്തനെ ദൈവം കണ്ടതുപോലെ ദൈവദാസി ശക്തമായ എതിരുകളുടെ നടുവിലാണ് ഇത് നടത്തുന്നത്. നല്ല ഉറപ്പുണ്ട്, ഈ ശക്തമായ പോരാട്ടങ്ങളുടെ നടുവില്ല. ഇതെപ്പോ താറുമാറായി പോയാൽ കയ്യടി നോക്കി നിൽക്കുന്ന ജനസമൂഹങ്ങളുണ്ട്. ഒരു സൈഡിൽ ഗെരിസീം പർവ്വതത്തിലും ഏബാർ പർവ്വതത്തിലും, രണ്ട് പർവ്വതത്തിലും ജനം നിൽക്കുകയാ. ഇസ്രായേൽ ജനത്തെ ഒരു ഭാഗം പേര് ശപിക്കാനും മറുഭാഗം പേര് ആമേൻ ആമേൻ ആശ്വസിപ്പിക്കാനും അനുഗ്രഹിക്കാനും. എന്നാൽ അനുഗ്രഹവും അനുഗ്രഹമായി മാറി, ശാപവും അനുഗ്രഹമായി മാറി. ദൈവാത്മ പറയുന്നു, ആരൊക്കെ ശാപഗ്രസ്തരായി മാറാൻ ആഗ്രഹിക്കുന്നു അവിടെ നടുവിൽ ദൈവത്തിന്റെ അനുഗ്രഹം വ്യാപരിക്കാൻ പോകുകയാണ്. ആ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നടക്കത്തില്ലെന്ന് വിധി പറഞ്ഞ പണികളെ ദൈവം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ. തലമുറമേൽ ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ പോവാ. റീമാ ശമനഘടകസി പലരെ മുമ്പിലും ചോദ്യചിഹ്നമായിട്ടുണ്ട്. പലരെ മുമ്പിലും ചോദ്യചിഹ്നം. ആ ചോദ്യചിഹ്നത്തിന് നടുവില് കർത്താവ് ഇന്ന് രാത്രി രഹോബോത്ത് മിനിസ്ട്രിക്ക് വേണ്ടി അത്ഭുതത്തിന് ഡോർ ദൈവം തുറക്കാൻ പോണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഓ റാബ ഷെക്കേനി ഹംദര ജഗൽഖൻഡഗസിയ. രഹബോത്ത് മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ വിടുതലുകൾ നടക്കാൻ പോവുക, ദൈവത്തിന്റെ അനോയിന്റിങ് നടക്കാൻ പോവുക. ആത്മാ പറയുന്നു, ദൈവമായിട്ട് തുടങ്ങിയതെങ്കിൽ സാത്താൻ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം തുടങ്ങിയതെങ്കിൽ ദൈവത്തിന് മാത്രമേ പൂർണ്ണത കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ആരൊക്കെ വെല്ലുവിളിച്ചാൽ അതിന്റെ നടുവിലും ദൈവത്തിന്റെ മഹത്വം നമ്മൾ പ്രാപിക്കുമെന്ന് ഉറപ്പുള്ളവർ ആ ദൈവദാസിയോട് ചേർന്നൊരു നല്ല ആമേ പറഞ്ഞാട്ടെ. തമ്പുരാൻ പറയുന്ന ചിലത് തമ്പുരാൻ ആരംഭിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കുടുംബത്തെ നോക്കിയപ്പോ നീ നനവുള്ളൊരു തോട്ടം പോലെ ആയിരിക്കും. നീ നനവുള്ള ഒരു തോട്ടം പോലെ ആയിരിക്കും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നാളുകളായിട്ട് പണിയപ്പെടാത്ത ചില മേഖലകൾക്കത്തെ പണി നടക്കാൻ പോവാ. ആ കർത്താവിന്റെ ദാസിയോട് തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ആമേ, പുഴുവായ യാക്കോബേ, നീ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. ഹാലലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ. നീ കുന്നുകളെ പൊടിക്കും, താഴ്വരകളെ പൊടിക്കുമെന്ന് ആത്മാവിരാത്രി ഇടപെടുകയാ. ഒന്നോട് പറഞ്ഞാൽ, ആമേൻ, പുഴുവായ യാക്കോബേ, നീ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട. അതിനർത്ഥം
ഈ പുഴുവായ യാക്കോബ് എന്തിനെയോ ഭയക്കുന്നുണ്ട്. ആ ഭയപ്പാടിനെ തമ്പുരാൻ അഴിച്ചു മാറ്റിയിട്ട് അവനെ മെതിവണ്ടിയാക്കാൻ ദൈവം വെച്ച റൂട്ട് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, ഒരു കടവായിരുന്നു. യാബോക്കിന്റെ കടവായിരുന്നു. യാബോക്കിന്റെ കടവ് വരെ അവൻ പുഴുവായിരുന്നു. യാബോക്കിന്റെ കടവിന് കയറിയപ്പോൾ അവനൊരു രാഷ്ട്രമായി മാറി. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പുഴുവായ യാക്കോബേ, നീ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ യാബോക്കിന്റെ കടന്റെ നടുവിൽ കൂടി ഇറക്കി ദൂതനുമായിട്ട് മല്ല പിടിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, ഇനി നീ പുഴുവല്ല, ഇനി നീ ഇസ്രായേല. ആമേൻ പറഞ്ഞാട്ടെ. മനസ്സിലായി? ഇനി നീ പുഴുവല്ല, ഇനി നീ മെതിവണ്ടിയാ. പുഴുവിനൊരിക്കലും കുന്നുകളെ പൊടിക്കാൻ കഴിയത്തില്ല. പുഴുവിനൊരിക്കലും ആമേൻ താഴ്വരകളെ മെതിക്കാൻ കഴിയത്തില്ല. അതാകണം െങ്കിൽ അടുത്തൊരു വണ്ടിയാകണം. നീ എന്താ? ഒരു മെതിവണ്ടിയാകണം. കർത്താവിന്റെ ദാസിയോട് ദൈവാത്ത പറയുന്നു, പുഴുവിനെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ മെതിവണ്ടിയെ കൊണ്ട് നടക്കും. അതുകൊണ്ട് അടുത്ത ലെവലിലേക്ക് ദൈവം യൂസ് ചെയ്യാൻ പോകട്ടോ. അടുത്ത മേഖലയിലേക്ക് ദൈവം ഉപയോഗിക്കാൻ പോവാ. ഒരു ശക്തമായിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ഒതുക്കലുണ്ട്. നല്ല ശക്തമായ ഒതുക്കലുണ്ട്. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഒതുക്കിക്കളയുന്ന, തകർത്തു കളയുന്ന ഒരു വല്ലാത്ത വ്യാപാരത്തിന്റെ പോരുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റിയിട്ട് പറയുകയാണ്, ദൈവദാസി, അടുത്തൊരു ലെവലിലേക്ക് ദൈവം നിങ്ങളെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് ചേർന്ന് ഒരു നല്ല ആമേൻ പറയാമോ? ഇന്ന് രാത്രി മെതിവണ്ടിയാക്കി മാറ്റാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് കേട്ടോ. എന്ന യാബോക്കിന്റെ കടന്റെ തീരത്തിറങ്ങി അവൻ ഒറ്റപ്പെട്ടു, തനിക്കുള്ളവരെ എല്ലാം താൻ അക്കരെ കടത്തി. ഒന്നുകൂടെ പറയുക, കർത്താവിന്റെ ദാസി, ഇപ്പോൾ ഒറ്റയല്ലേ, എല്ലാവരെയും അക്കരെ കടത്തുന്നുണ്ട്, എല്ലാവർക്കും നല്ല പാത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് യാബോക്കിന്റെ കടന്റെ തീരത്തിരുന്ന് അകത്തിരുന്നു കൊണ്ട് ദൂതനോട് മല്ലപിടിക്കുക. ഒരിക്കൽ കർത്താവ് മലയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, ഇന്ന് രാത്രി തന്നെ എനിക്ക് മടങ്ങിപ്പോകണം. ഇന്ന് രാത്രി കർത്താവ് മടങ്ങിപ്പോയപ്പോൾ 4-ാം യാമമായി. 4-ാം യാമത് ഗലീല കടലിലേക്ക് ഇറങ്ങുക. വെട്ടി ഒളകുന്ന മരണത്തിന് സമമായിരിക്കുന്ന ആ വെള്ളം ഇങ്ങനെ അലയടിച്ചുയരുമ്പോൾ കർത്താവ് ദൂരമേ കണ്ടു. 12 ശിഷ്യന്മാർ അടങ്ങുന്നൊരു പടകിത വല്ലാത്ത ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാ. കർത്താവ് കടലിന്റെ മീതെ നടന്നു. ഇന്ന് രാത്രി ദൈവാത്ത പറയുന്നു, ചില പ്രശ്നത്തിന് മീതെ ചവിട്ടാൻ തകർത്ത് കളയുമെന്നും ഒഴുക്കിക്കളയുമെന്നും പറയുന്ന ചില ഗലീല കടലിന്റെ മീതെ ചവിട്ടാൻ ദൈവത്തിന്റെ നിയോഗം ഇന്ന് രാത്രി കൈമാറുകയാ. വിശ്വാസത്തോടെ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചതിന് വിടുതൽ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പോകുകയാ. അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു പത്രോസിനെ പുറത്തു കൊണ്ടുവരാ. ദൈവത്തിന് നിയോഗം ദൈവം കൈമാറുകയാണെന്ന് ഇന്ന് രാത്രി യാത്ര പറയുമ്പോൾ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ആ മഹത്വം ജനത്തിന്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പാസ് ചെയ്യുകയാണ്. മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ഒത്തിരി കല്ലേറുകൾ ദൈവനെ കാണിക്കുന്നുണ്ട്. ആമേൻ. ഹാലിൽ തകർത്ത് കളയാൻ, ഒരു വെട്ടേറ്റൊരു മരം പോലെ, ഒരു ക്ഷതമേറ്റൊരു മരം പോലെ ആക്കി കളയാൻ പിശാച് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ധൈര്യത്തോട് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇന്ന് രാത്രി വലിയ കാര്യങ്ങൾ മിനിസ്ട്രിക്കകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പഠിപ്പിക്കുന്ന 1-2 ചിന്തകൾ ഇന്ന് രാത്രി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വചനം വായിക്കുന്നത്, ഇസ്രായേലിൽ ഞാനൊരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി 2 മുഴങ്ങും. ഒരാമയും പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ദൂത് കൈമാറാൻ എനിക്ക് ഒരാളെ വേണം. ഈ മെസ്സേജ് കൈമാറാൻ എനിക്ക് ഒരാളെ വേണം. ദൈവം തെരഞ്ഞെടുത്തത് പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയാണ്. സ്തോത്രം പറയാതെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ദൈവത്തിന് നിങ്ങളോട് സന്ദേശം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റൊരാളേക്ക് പകരാൻ ഒരു പ്രവാചകനായി, ഒരു പ്രവാചകയായി ദൈവം ഒരാളെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. അത് ഞാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച കർത്താവേ, അതെന്നോട് പറഞ്ഞാൽ ഞാനത് ചെന്ന് പറയാൻ സന്നദ്ധനാണെന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ദൈവത്തെ പറയുന്നത് എവിടെയൊരു കൈമാറ്റം നടക്കുകയാ, എവിടെയൊരു ശുശ്രൂഷയുടെ കൈമാറ്റം നടക്കുകയാ. നിന്റെ തകർന്ന അവസ്ഥയുടെ നടുവിൽ നിൽക്കുന്ന നിനക്ക് വേണ്ടി എന്റെ കർത്താവൻ ആഴിയുടെ വാതിലുകളെ അത് ഇന്ന് രാത്രി തുറക്കുന്നു എന്ന് പരിശുദ്ധൻ പറയുമ്പോൾ ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞാട്ടെ, ആ ദൂതുവാഹിയായി മാറാൻ, ആ ദൂതെന്ന് കൈമാറാൻ ഇന്ന് രാത്രി ഞാൻ ഒരുക്കമാണെന്ന് പറയുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ചിലരെ ഈ രാത്രി അഭിഷേകം ചെയ്യാൻ പോവാ, ചിലരെ പ്രവാചകരായിട്ട് അഭിഷേകം ചെയ്യാൻ പോവാ, ചിലരെ പുരോഹിതരായിട്ട് അഭിഷേകം ചെയ്യാൻ പോവാ, ചിലരെ രാജകീയ അഭിഷേകം ചെയ്യാൻ പോവാ. ഇസ്രായേലിൽ ഞാനൊരു കാര്യം ചെയ്യും. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? കർത്താവിന്റെ ആത്മാവിൽ ശക്തമായി പറയുന്നു. ഈ 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം മുതൽ വായിക്കാൻ കാണാൻ സാധിക്കുന്നു. ഈ ഹന്ന ദൈവസന്നിധിയിൽ ഒത്തിരി ദുഃഖിതയായിരുന്നു. ആമേൻ. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഏലി പുരോഹിതൻ നിന്ദിച്ചു. വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വേറൊരു സഹോദരി അവിടെ കിടന്ന പ്രശ്നം. വീട്ടിലും പ്രശ്നം, സഭയിലും പ്രശ്നം. സത്യം പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നം മാറാനാ സഭയിലോട്ട് ചെല്ലുന്നത്. അവിടെ കുത്തുവാക്ക്. അവിടുത്തെ കുത്തുവാക്ക് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ഇല്ലുമ്പോൾ അവിടെയും സത്യം പറഞ്ഞാൽ രണ്ടിനാലും ജനം ഞരങ്ങാർ. സ്വത്രം പറഞ്ഞാട്ട് മനസ്സിലായോ? ഹല്ലേലൂയ. വീട്ടിലെ സഹോദരിയുടെ വിഷമം മാറാൻ വേണ്ടി പള്ളിയിലോട്ട് ചെല്ലുമ്പോൾ പള്ളിയിൽ ഉപദേശിച്ച് തുടങ്ങും ഒരു വഴിക്കൂടെ എന്ന് പറയുന്നവരിനകത്തുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലർക്ക് എവിടെ ചെന്നാലും പ്രശ്നങ്ങളാ. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് വീട്ടിലും പ്രശ്നം, സഭയിലും പ്രശ്നം. ആമേൻ. സ്തോത്രം. എല്ലായിടത്തും പ്രശ്നമാണ്. എല്ലായിടത്തും പ്രശ്നമുള്ളവർ പ്രാർത്ഥിച്ചോണം. ഇവിടെ രണ്ടിടത്തും നിങ്ങൾ മാനിക്കപ്പെടേണ്ടവരാ. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ കളിയാക്കുന്നവർക്ക് കളിയാക്കൊണ്ടിരുന്നാൽ മതി. പക്ഷെ പ്രാർത്ഥിക്കുന്നവിടെ വില വീട്ടിലുള്ളവർ മനസ്സിലാക്കാൻ പോകും കേട്ടോ. ഒരാമയും പറഞ്ഞാട്ടെ, എന്റെ വീട്ടിലുള്ളവർ എന്റെ വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നൊക്കെ പണ്ടാരോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മണമൊന്നും വേണ്ട, സത്യശരിക്കും മണക്കാൻ പോവാത്. സ്വത്രം. ഹല്ലേലൂയ. നീ ആരാണെന്ന് വീട്ടുകാർ തിരിച്ചറിയാൻ പോവാ, നീ ആരാണെന്ന് കുടുംബക്കാർ തിരിച്ചറിയാൻ പോവാ, നിന്റെ പ്രാർത്ഥനയുടെ വിശേഷത എന്തെന്ന് വീട്ടുകാർ തിരിച്ചറിയാൻ പോവാ. അല്ലെ 2 ദിവസം ഒന്ന് പ്രാർത്ഥനയിൽ മാറിയിരുന്ന കുടുംബത്തിന്റെ വീഴ്ച കാണാൻ സാധിക്കും. എത്രമേ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? കുടുംബത്തിന്റെ ഒരു കല്ലാട്ട് ദൈവത്തിനെ മാറ്റിയിരിക്കുകയാ. കുടുംബത്തിന് അത്താണിയായിട്ട് മാറ്റിരിക്കുക. സിബി എന്ന് പറയുന്ന ഐഡിയയിൽ വന്ന ആന്റി എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാ പറയുന്നു, പ്രാർത്ഥന ഒരു ശകലം പോലും കുറയ്ക്കരുത്. കുറച്ചു കഴിഞ്ഞാൽ കുടുംബത്തിനെ അധപ്പതനം അവിടെ ആരംഭിക്കുകയാ. ആമേൻ. പ്രാർത്ഥന ഒരു കാരണവശാൽ കുറയ്ക്കരുത്. പ്രാർത്ഥന എവിടെ കുറയുന്നോ അവിടെ പ്രശ്നം ആരംഭിക്കുകയാ. എത്രമേ സ്തോത്രം ചെയ്യാൻ തയ്യാറ്? തൻ്റെ ഇടത്തോടെ പറയണം, എന്റെ പ്രാർത്ഥനയാണ് എന്റെ കുടുംബത്തിന്റെ രക്ഷ എന്ന് പറയുന്നത്, എന്റെ പ്രാർത്ഥനയാണ് എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, എന്റെ തലമുറ വിശാലത എന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥനയാണെന്ന് ആ കുടുംബത്തോട് ചേർന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. എന്റെ പ്രാർത്ഥന ഞാൻ കുറയ്ക്കത്തില്ല, എന്റെ പ്രാർത്ഥന ഞാൻ കുറയ്ക്കത്തില്ല. ആരൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എനിക്കൊരു പ്രാർത്ഥന ജീവിതമുണ്ട്, അത് ഞാൻ കുറയ്ക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവകുഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ നീ വലിയ പ്രാർത്ഥനകാരിയൊന്നും അല്ലായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന സ്വഭാവക്കാരിയാണെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം തന്നെ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ നീ കരയുന്നവളാണെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം തന്നെ അനുവദിക്കത്തില്ല. എത്ര ശക്തിയോടെ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതിന് മനുഷ്യന്റെ മുമ്പിൽ റിസൾട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ തിരിച്ചറിയാൻ പോവാ നീ അകത്തും നിലവിളിക്കുന്നവളാണെന്ന്. എത്ര പേർ പറയാൻ തയ്യാറ്? ഇന്ന് പല തലമുറ വിടുതലിന്റെ പുറകിൽ ഒരമ്മയുടെ കണ്ണുനീരാ. ഇന്ന് പല തലമുറകളും പലയിടത്തും അനുഗ്രഹിക്കപ്പെടാൻ കാരണം അമ്മമാരുടെ കണ്ണുനീരാ. സ്തോത്രം. ഈ തള്ളയുടെ വില മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ കഴിയണം. തള്ളമാരെയൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ വന്നവർക്ക് ഷേപ്പും ഇല്ല, ആകപ്പാടെ കവിള് പൊട്ടി ആകപ്പാടെ നീര് പിടിച്ചിരിക്കുന്ന പോലൊക്കെ തോന്നുമ്പോൾ പിള്ളേർക്ക് തോന്നുന്നു അമ്മയുടെ ഷേപ്പൊക്കെ മാറിയത്. അമ്മയുടെ ഷേപ്പ് മാറി, അമ്മയെന്നും അമ്മയാ. ഒരു നല്ല ആമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തലമുറയുടെ വിശാലത, തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? തൻ്റെ ഇടത്തോടെ നെഞ്ചത്തെ കരം വെച്ച് പറയണം, എന്റെ പ്രാർത്ഥന മഹത്വം കൊണ്ടാണ് എന്റെ തലമുറ ഇന്ന് ഉന്നതകളെ മാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാർത്ഥമായി വിളിച്ചു പറയുകയാ, നഷ്ടപ്പെട്ടതിനെ പോലും നിനക്ക് ചിലത് ദൈവം മടക്കി തരാൻ പോകട്ടോ. ആമേൻ. പാമേൻ. നയൻ പട്ടണത്തിൽ ചെന്നപ്പോഴേ ഹല്ലേലൂയ, നയൻ
പട്ടണത്തിൽ ചെന്നപ്പോ കർത്താവ് പറഞ്ഞു, ഒരു അമ്മ ഇരുന്ന സഹോദരി എന്ന് കരയുന്നു. അവിടെ കരച്ചിന്റെ ആകെ തുക എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടൊരു മകനെ പറ്റിയായിരുന്നു. കർത്താവ് നഷ്ടപ്പെട്ട മകനെ മടക്കി കൊടുത്തു കേട്ടോ. എന്നോട് കർത്താവ് പറയുന്നു, നഷ്ടപ്പെട്ടതിന് സിബി എന്ന് പറയുന്ന ആന്റി ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാ പറയുന്നു, ചിലത് മടങ്ങി വരാൻ പോവാ, ചിലത് മടക്കി തരാൻ പോവാ, ചില വിടുതലുകൾ മടിയിൽ കൊണ്ട് തരാൻ പോവാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാ. നിലവിളിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ശകലം പോലും കുറയ്ക്കരുതേ, പ്രാർത്ഥന ഒരു ശതമാനം പോലും കുറയ്ക്കരുത്. പ്രാർത്ഥന വർദ്ധിക്കട്ടെ. പ്രാർത്ഥനയുടെ നടുവിൽ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ സംഭവിക്കുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രിയിൽ ദൂത് പറയുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹന്നയുടെ വീടിനകത്ത് ചില വീടിനകത്ത് നിന്നയാണ് കുഞ്ഞെ നിന്നെ പബ്ലിക്കിൽ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുന്നത്. യോസഫിന്റെ വീട് നോക്കിയ യോസഫിന്റെ സ്വപ്നം പറഞ്ഞതാ, ഒരു ചെറിയൊരു സ്വപ്നം പറഞ്ഞതാ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളോട് എന്നെ നമസ്കരിക്കുന്നു. ഇത് കണ്ടപ്പോ തന്നെ സഹോദരന്മാർക്ക് പിടിച്ചില്ല. സഹോദരന്മാർക്ക് പിടിച്ചാലും ശരി, പിടിച്ചില്ലെങ്കിലും ശരി, പറയേണ്ട കാര്യം പറയുന്ന ദൈവദാസിമാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവ് നിങ്ങളുടെ മേലെ അടുത്ത ദർശനം ഏൽപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ദർശനം ഏൽപ്പിക്കുക, അടുത്ത കൃപ ഏൽപ്പിക്കാൻ പോവുക, അടുത്ത താലന്ത് കർത്താവ് ഏൽപ്പിക്കാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ മേൽ കർത്താവ് ചിലത് ഏൽപ്പിക്കാൻ പോവുക? വീട്ടിലായാലും സഭയിലായാലും അധരങ്ങൾ തുറന്ന് ഞാൻ പറയും, എനിക്ക് ആരെ ഭയക്കേണ്ട കാര്യമില്ലെന്ന് ഉറപ്പുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുക. കാര്യം നീ ഒത്തിരി കഷ്ടത നടുവിൽ വന്നതാ. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്ന് പ്രസംഗിക്കുകയും ഇന്ന് സൂമിലൊക്കെ വന്ന് പാട്ട് പാടുകയും ഇതിനകത്ത് വന്ന് ദൈവവചനം കേൾക്കാൻ ഇരിക്കുന്നതേ നീ നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് കൊണ്ടാ. ഒരു മരണത്തിന്റെ താഴ്വരയായിരുന്നു നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത്. ചിലരെ നോക്കി പരിശുദ്ധന പറയുന്നു, കീറി മുറിച്ച ശരീരമാണ് നിന്റേത്, പക്ഷെ ഇന്ന് രാത്രി തുന്നി തയ്ച്ച ദൈവം കൊണ്ട് ഇരുത്തിയിരിക്കുക. തകർന്നൊരു ശരീരമാണ് നിന്റെ ജീവിതത്തില് എന്ന പരിശുദ്ധന പറയുന്നു. ആകപ്പാടെ ദൈവത്തിന്റെ കരം ഈ രാത്രി വെളിപ്പെടാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? ശക്തിയോട് നല്ല രാമയും പറഞ്ഞാട്ടെ. അവന്റെ മഹത്വം ഇന്ന് രാത്രിയിലെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. ആമേൻ. ജോളി ബേബി എന്ന് പറയുന്ന ആന്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാന പറയുന്നു, മരണത്തെ ഒരു ശകലം പോലും പേടിക്കണ്ട, അല്പം പോലും മരണത്തെ പേടിക്കണ്ട. സ്വോത്രം. നമുക്ക് ആകപ്പാടെ പേടി എന്നു ചോദിച്ചാൽ രാവിലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ആംബുലൻസും കൊണ്ട് ഒരു പാട്ട് പാടിക്കൊണ്ട് പോയി ഒരു പാട്ട് കേട്ടാൽ മതി, പിന്നെ നമുക്ക് ഉറക്കവും ഇല്ല, ഊണുമില്ല, ഒന്നുമില്ല. സ്തോത്രം. ആമേൻ. ആശ്വാസമേ എനിക്ക് ഏറെ തിങ്ങിയിരുന്ന പാട്ട് കേട്ടാ പറയും, വീട്ടിൽ കൃപയുള്ള അമ്മാമ്മ പാടി അച്ഛൻ പറയും നിർത്തടി പാട്ട്, കാര്യം ചോദിച്ചു ഇവിടെ ആരും ചത്തില്ലെന്ന് പറയും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചോണം, മരണത്തെ എന്നോട് കർത്താവ് ആ ആന്റിയോട് പറയാൻ ദൂത് കർത്താവ് കൈമാറുന്നു. മരണത്തെ പേടിക്കണ്ട. ഈ കല്ലേറൊന്നും കൊല്ലുന്ന കല്ലേറല്ല. യേശു കർത്താവിനൊരു മരണം ഉണ്ടായിരുന്നു. അതെവിടെയുള്ളൂ? കാൽവറിയുടെ മുകളിലേ ഉള്ളൂ. കാൽവറിയുടെ മലയുടെ മുകളിൽ പിതാവാം ദൈവം നിശ്ചയിച്ച ദിവസത്തെ മരിക്കത്തുള്ളൂ. അതിനിപ്പുറത്തെ യേശു എത്ര കല്ലേറ് കൊണ്ടു, എത്ര വിമർശനങ്ങൾ ഏറ്റു. ചിലരൊക്കെ അറസ്റ്റ് ചെയ്യാൻ വന്നില്ലേ? ഒരാമയും പറഞ്ഞാട്ടെ. അവൻ ലാസറിനെ ഉയർപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ചിലവന്മാരെ അറസ്റ്റ് ചെയ്യാൻ വന്നില്ല. ചില റോമ പട്ടാളക്കാർ വന്ന് യേശുവിനെ കൊല്ലാൻ നോക്കിയില്ല. കൊന്നോ? ഇല്ല. ഹല്ലേലൂയ. കർത്താവിനെതിരെ കത്തിവെക്കാൻ നോക്കിയില്ലേ? കർത്താവിനെതിരെ യഹൂദന്മാരെ കല്ലെടുത്തില്ലേ? എടാ, ഈ കല്ലെടുത്തവനൊക്കെ കല്ല് താഴെ ഇട്ടു. പക്ഷെ കർത്താവ് പറഞ്ഞു, എടാ എന്നെ കൊല്ലാൻ നിനക്ക് പറ്റത്തില്ല, പിതാവ് അറിയാത്തൊരിക്കൊരു മരണമില്ല. ഒരാമയും പറഞ്ഞ ശക്തിയോടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസി, ദൈവത്തെ പല മരണത്തിന്റെ ഘട്ടത്തിനകത്തൂടെ കർത്താവ് കടത്തി വിട്ടതാ. എന്നോട് കർത്താവ് ഒരു പുനർജനനത്തിനകത്തായി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസബേല് പറഞ്ഞു, നാളെ പോക്ക ഏലിയാവേ, നിന്റെ കാര്യം പോക്ക. കാര്യം എന്റെ ദൂതന്മാരെ ഞാൻ വിട്ടത് ഒരു മെസ്സേജ് തരാൻ വിട്ടതാ. പക്ഷെ നാളെ 24 മണിക്കൂറിനകത്ത് ആഭിചാരം കൊണ്ട് കഴുത്ത് ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഏലിയാവ് മരണമില്ലാതെ എടുക്കപ്പെട്ടു. ഇസബേൽ വീണ് മരിക്കാനിട വന്നു. ദൈവത്തിന്റെ ദാസി ദൈവത്തെ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ഇസബേലിന്റെ കൊട്ടാരത്തെ പോലും ദൈവം ഭൂമിക്ക് വളമാക്കി ദൈവം മാറ്റുമ്പോൾ മരണമില്ലാതെ നിർത്താൻ
ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് ഒരു നല്ല ആരാധന കൊടുക്കുക. ആ കുടുംബത്തിന് ശാപം പൊട്ടുകയാ, ആ മരണത്തിന്റെ വെല്ലുവിളികൾ അഴിയുകയാ. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ കുടുംബത്തിൽ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. മരണത്തിന്റെ ദൂതനെ പോലും വെട്ടാനൊരു അധികാരത്തിന്റെ കൈമാറ്റം ആ കുടുംബത്തിൽ ഇറങ്ങുക. ഇസബേല് പറഞ്ഞു, ഓടി വന്ന് പറഞ്ഞു. ചിലവര് പറയുമ്പോഴേ നമുക്കങ്ങ് പേടിയാ. ചിലര് വന്ന് പറയും നിന്നെ തട്ടിക്കളയും, അത് കളയും, ഇത് കളയെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആകെപ്പാടെ പിന്നെ ഇല്ലാത്ത അറ്റാക്ക്, ആ ചെസ്റ്റിന്റെ ഇടത്തെ ഭാഗത്തോട്ട് വലിച്ചൊരു വേദന, സെൻട്രൽ ഭാഗത്തോട്ടൊരു വേദന, മിക്കവാറും തട്ടിപ്പാതെ കണ്ണുപോലും അടയ്ക്കത്തില്ല. ആകെപ്പാടെ പേടിച്ചിരിക്കാനല്ല. ചിലരെ ഇരിപ്പ് കണ്ടാൽ അറിയാം ആകെപ്പാടെ പേടിച്ചിരിക്കുകയാണെന്ന്. അവൻ പേടിച്ചിരിക്കാനല്ല. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നാം ദൈവം അറിയാതെ നിനക്കൊന്നും ഭവിക്കത്തില്ല. അവൻ നിന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ഏതവനൊക്കെ കച്ചകെട്ടി വന്നാലും നീ തകരത്തില്ല. കാര്യം നീ കർത്താവിന്റെ വകയാ, കർത്താവിന്റെ വകയാ. ദൈവത്തിന്റെ ദാസി ജോളി എന്ന് പറഞ്ഞ ആന്റിയോട് ദൈവാത്വ തുടർമാനമായി പറയുന്നു, തമ്പുരാൻ രക്തത്താൽ മുദ്രയിടപ്പെട്ടവളാണെങ്കിൽ ദുഷ്ടപിശാച് ശരീരത്തെ തൊടാനോ ആത്മാവിനെ തൊടാനോ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അതുകൊണ്ട് പ്രാർത്ഥിച്ചോ, ചില വെല്ലുവിളികളെ ദൈവം അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് രാത്രി പറയുന്നു, വീട്ടിനകത്ത് 2 മക്കളുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത സഹോദരി. ഈ സഹോദരി ഇവളെന്നും പ്രാർത്ഥനയ്ക്ക് പോകും. സ്വോത്രം പറഞ്ഞാട്ടെ, എന്നും പ്രാർത്ഥിച്ചു. പണ്ടൊരു കൊച്ചനോട് ഇത് പ്രാർത്ഥിച്ചു. ഒരു പെൺകൊച്ചനോട് പറഞ്ഞു, അങ്ങളെ എനിക്കിവിടെ പ്രാർത്ഥിക്കണം, എന്റെ കല്യാണം നടക്കുന്നില്ല, പ്രാർത്ഥിക്കണം. ഞാൻ ദുബായിൽ പോയ സമയത്ത് പ്രാർത്ഥിച്ചതാ. അവിടെ ഒരു ചർച്ച് പ്രാർത്ഥന കഴിച്ചപ്പോൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു, അങ്ങളെ എനിക്കിവിടെ പ്രാർത്ഥിക്കണം. സ്വോത്രം ഞാൻ പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് ഭയങ്കര ആരാധന കണ്ടപ്പോഴേ എനിക്ക് പറയും, കുഞ്ഞിന്റെ കെട്ടുപൊട്ടി ഇതിന്റെ വിവാഹം നടക്കും. ഇതിന്റെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് പിന്നെ ആരാധനയില്ല, ഒന്നുമില്ല. ഇപ്പം വിശ്വാസത്തെ അങ്ങ് പോയി. ചിലത് ഈ കാര്യം നടക്കാൻ വേണ്ടി കിടന്ന് ആരാധിക്കും, കല്യാണം നടക്കാൻ. സ്വോത്രം പറഞ്ഞാൽ ശക്തിയോടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കാര്യസാധന വേണ്ടിയുള്ള ആരാധനയല്ല, കാര്യം നടന്നു കഴിഞ്ഞ് നാം ശക്തിയോടെ കർത്താവിനെ ആരാധിക്കണം. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പറഞ്ഞ കാരണം വിവാഹത്തിന് മുമ്പ് എനിക്ക് ഭയങ്കര കൃപയായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നുള്ള കൃപയൊക്കെ അങ്ങ് പോയി. കാര്യം ഈ കൃപ നഷ്ടപ്പെടുത്താൻ പറ്റിയ ഒരാൾ വീട്ടിലുണ്ട്. ആരാ? കന്നയോട് ചോദിച്ചാൽ പറയും, ഒരു പാർട്ടി ഉണ്ട് വീട്ടില്. ഇവളെന്നും അങ്ങ് നിന്ദിക്കുക. പക്ഷെ കന്നയുടെ കൃപ പോയില്ല കേട്ടോ. വീട്ടിനകത്തുനിന്ന് പ്രശ്നം വരാൻ തുടങ്ങിയപ്പോ കന്നയ്ക്ക് കൃപ ജ്വലിച്ചതേ ഉള്ളൂ. സ്വോത്രം പറഞ്ഞാൽ ശക്തിയോടെ. മനസ്സിലായോ? വീട്ടിലുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയണം, സാത്താനെ ശാസിക്കുകയും ചെയ്യരുത്, മിണ്ടാൻ പോകരുത്. കാര്യം കർത്താവിനോട് നിന്നോ. നിന്നെ കൊണ്ട് ദൈവം ചെയ്തിരിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്തിരിപ്പിക്കാതെ നിന്റെ പ്രാണനെ കർത്താവ് പിൻവലിക്കത്തില്ല. ഒരാമയും പറഞ്ഞാൽ ശക്തിയോടെ. നിന്നെ കൊണ്ട് കർത്താവ് ചിലത് ചെയ്യിപ്പിക്കാൻ പോവുക. ദൈവത്തിന്റെ ദാസിമാരെ, നിങ്ങൾ സാധാരണക്കാരല്ല. നിങ്ങളുടെ മേൽ ദൈവത്തിന് ഒരു അഭിഷേകം രാത്രി നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ നിയോഗം നിന്റെ മേൽ നടക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പോകുകയാണ്, നിങ്ങളൊരു സാധാരണക്കാരിയല്ല. ആമേൻ. നിങ്ങൾ സാധാരണക്കാരിയല്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നത് നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ അഭിഷേകമാണ്. നോക്കിക്കേ, ദാവീദിനെതിരെ വന്നത് സിംഹമാ വന്നേ. ദാവീദിനെതിരെ വന്നത് സിംഹം വന്നത്. എന്താ ചെറിയ പൂച്ചയോ കുരങ്ങോ ഒന്നും വരാൻ എന്നെ ചോദിച്ചാൽ, അവിടെ ഇവന്റെ മേൽ അഭിഷേകം വലുതായോണ്ട് വലിയ ആളെ വിട്ടേ ഇവന്റെ അഭിഷേകം തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിനക്കും എനിക്കും നേരെ വരുന്ന പ്രശ്നം വലിയ പ്രശ്നമാണ്. കാര്യം സാത്താൻ അറിയാം, ഈ വലിയ പ്രശ്നം കൊടുത്തെങ്കിൽ മാത്രമേ ഈ ചിലതിനെ വീഴ്ത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചോണം. വലിയ ചുഴലിക്കാറ്റ് വന്നാലും നീ പേടിക്കാതെ വിളിച്ചിറക്കിയ ദൈവമാണെങ്കിൽ വിശ്വസ്തനായിട്ട് കർത്താവ് നമ്മെ പരിപാലിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തൊരു ദൈവപ്രവൃത്തി നടത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ എന്നെ കരങ്ങളിൽ വഹിക്കുന്ന നാളുകളെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വീട്ടിൽ നിന്ന് എന്തെല്ലാം പ്രശ്നം വന്നാലും സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലായ്മക്കാരിയായി നീ ഭാരപ്പെടരുത്. നിനക്ക് ദൈവം ചിലത് തരാൻ പോവാം. ഹല്ലേലൂയ. എന്നാൽ ഈ വീട്ടിലെ പ്രശ്നം മാറാൻ വേണ്ടി ആലയത്തിലോട്ട് ചെന്നപ്പോൾ തന്നെ അവിടെ ഉണ്ട് പ്രതിയോഗി. പ്രതിയോഗികൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ആലയത്തിലെ പ്രതിയോഗി മറ്റാരുമല്ല, ഉദ്ദേശിച്ച അവിടുത്തെ പ്രതിയോഗി ഏലി പുരോഹിതൻ. ഏലി പുരോഹിതന്റെ അടുത്ത് ചെന്ന് ഈ സഹോദരി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വോത്രം. ഹല്ലേലൂയ. ഇവള് വീഞ്ഞു കുടിച്ചിരിക്കാന്ന് പറഞ്ഞു. ചിലർ ഇരിപ്പ് കാണുമ്പോൾ അറിയാം വീഞ്ഞു കുടിച്ചതാണ്, പക്ഷെ വീഞ്ഞു കുടിച്ചതല്ല. എന്റെ ഹൃദയം, അവളൊരു പദം പറഞ്ഞു, എന്റെ ഹൃദയം
ഞാൻ ദൈവസന്നിധി പകരുക. രാമൻ പറഞ്ഞ സത്യത്തോടെ, ഒരു ലോഡ് കല്ലാണെങ്കിൽ ഇറക്കുക എന്നേ പറയത്തുള്ളൂ. ഒരു ഗ്ലാസ്സിൽ നിന്നാണെങ്കിൽ വെള്ളം മറ്റേ ഗ്ലാസ്സിലേക്ക് ഇറക്കുക എന്ന് പറയത്തില്ല, പകരുക എന്നാ പറയുന്നത്. അതുകൊണ്ട് വെള്ളം പോലെ അവിടെ വിഷം അവളെ ദൈവത്തിൽ പകരുക. ഇന്ന് രാത്രിയിൽ ആ വിഷയം ആലയത്തിനകത്ത് നീ പകർന്നിട്ടുണ്ടെങ്കിൽ, എവിടെ നീ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കും. ആമേൻ. ഏത് രാജ്യത്ത് നീ നിന്ദിക്കപ്പെട്ടോ അതേ രാജ്യത്ത് ദൈവം നിന്നെ മാനിക്കുമെന്ന്. ഹല്ലേലൂയ. ഏത് വീടിനകത്ത് നീ നിന്ദിക്കപ്പെട്ടോ അതേ വീട്ടിനകത്ത് നിന്നെ മാനിക്കും. അമ്മായിമ്മ പ്രശ്നമാണെങ്കിൽ അമ്മായിമ്മയുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുമെന്ന്. വീട്ടുകാർ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ നടുവിൽ നിന്നെ മാനിക്കാം. എവിടെ നിന്നെ മനപ്പുറ കരയിപ്പിച്ചോ അവരുടെ നടുവിൽ നീ രാജാവായിട്ട് വാഴാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും യോസേഫ് പ്ലാൻ ചെയ്തില്ല എന്റെ സഹോദരന്മാരുടെ നടുവിൽ അവരെന്നെ രാജാവാക്കുമെന്ന്. ഇന്നലെ രാജകീയ അഭിഷേകത്തിന്റെ അകത്തുണ്ടെങ്കിൽ ആർക്കും നിന്നെ അധിക നാളെ നോവിക്കാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ളവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാ പറയുന്നു, ആലയത്തിൽ ചെന്നപ്പോഴത്തേന് അവിടെ നിന്ദിക്കാൻ വേണ്ടി ദൈവം അവിടെ ഒരാളെ ഏൽപ്പിച്ചത്. നമുക്ക് വേണ്ടി കുറച്ച് ആൾക്കാർ ദൈവം നേരത്തെ സെറ്റിൽ വെച്ചിട്ടുണ്ട്, അല്പമൊക്കെ ഒന്ന് കുത്താനും. കർത്താവിന്റെ സാത്താന്റെ ദൂതനെയാണ് കർത്താവ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പൗലോസിനെ കുത്താൻ. സ്തോത്രം. കുത്തൊക്കെ കെട്ടിപ്പെടുത്തേന് സ്തോത്രം. ഇതിനൊന്ന് സൗഖ്യം വേണമല്ലോ എന്ന് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് കൊടുത്ത് രോഗസൗഖ്യമല്ല, കൃപയാ കൊടുത്തത്. സ്തോത്രം പറഞ്ഞാട്ടെ. ചിലർ രോഗം മാറാത്ത എന്നെ ചോദിച്ചാ ദൈവത്തിന് നിങ്ങൾക്ക് കൃപ തരാൻ പദ്ധതിയുണ്ട്. സ്തോത്രം. ചിലത് പറയും തലവേന മിക്കാറ് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. സ്തോത്രം. പറഞ്ഞ് തലവേന മാറി അതുമില്ല, പോയോ അതുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പോകത്തുമില്ല, തലവേനെ മാറത്തില്ല. പകരം ദൈവത്തിന്റെ കൃപ നമുക്ക് വേണം. ദൈവത്തിന്റെ കൃപയുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് ഒത്തിരി കൃപയുണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി എണ്ണൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ. സ്തോത്രം. അത് പ്രാർത്ഥിച്ച് മനസ്സിലാക്കിയോണം. ഹല്ലേലൂയ. ഒത്തിരി എണ്ണം ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് അത് ഒറിജിനൽ അത് മനസ്സിലാക്കിയോണേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആരാണെന്ന് ലോകം തിരിച്ചറിയാൻ പോവാ. സ്തോത്രം പറഞ്ഞാട്ടെ. കുടുംബത്തിനകത്തിരുന്ന് നിലവിളിക്കുന്ന നിന്റെ വിഷയത്തിനകത്ത് ഒരു വലിയ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങാൻ പോവാണെന്നേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഇസ്രായേലിൽ നീ ആയിരിക്കുന്ന രാജ്യത്ത് ദൈവം വലിയൊരു കാര്യം ചെയ്യാൻ പോവാ. ഇസ്രായേലിൽ ദൈവം വലിയൊരു കാര്യം ചെയ്യാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന വീടിനകത്ത് കർത്താവ് നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ പോവാ. എന്റെ ദൈവം ഒരു ചെറിയ പദ്ധതിയുടെ ദൈവമല്ല, അവൻ വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമെന്ന് ഉറപ്പുള്ളവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്ന 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന 1-2 വചനമുണ്ട്. ആ വചനം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്ക് ശമൂവേൽ ബാലൻ വായിച്ചാട്ടെ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്ത് പോന്നു. അപ്പം സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ. വന്നവരെ നടുവിൽ ദൈവം തലമുറ ഉയർത്തി. ആര് നിന്ദിച്ചോ അവരെ നടുവിൽ എന്റെ തലമുറയെ കർത്താവ് ഉയർത്തും. ഒരു സ്തോത്രം പറഞ്ഞാണ് ശ്രദ്ധയോടെ. ആര് എന്നെ നിന്ദിച്ചോ ആ പുരോഹിതന്റെ നടുവില് സ്തോത്രം. ഹന്ന ദൈവത്തിന് കാര്യം പ്രാർത്ഥിച്ചു. ഹന്നയുടെ പ്രാർത്ഥന 2 പദമാണ്. ആന്റിമാരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും നല്ല പ്രാർത്ഥിക്കുന്നവരെന്ന് എനിക്കറിയാമെങ്കിലും ഈ ഒരു പദം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹന്ന 2 കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, നീ എന്നെ മറക്കരുത്. 2, നീ എന്നെ ഓർത്ത് എനിക്കൊരു പുരുഷ പ്രജയെ നൽകുമാറുകയാണ്. 2 പദം ഹന്നയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. 1, നീ എന്നെ മറക്കരുത്, നീ എന്നെ ഓർക്കണം. അതിനർത്ഥം ഞാൻ പറയാം. ഹന്ന മറക്കൽ എന്ന് പറയാൻ കാര്യം വീട്ടുകാർക്കൊന്നും എന്നെ അത്ര ഇഷ്ടമൊന്നുമല്ല, എല്ലാരും എന്നെ മറന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ മറക്കരുതെന്ന കർത്താവ് പറയാൻ കാര്യം ലോകരെല്ലാം എന്നെ മറന്നു, പക്ഷെ കർത്താവ് എന്നെ മറക്കരുത്. രാമൻ പറഞ്ഞ ശക്തിയോടെ. 2, എന്നെ ഓർത്ത കാര്യം. ഹന്നയെ ഓർക്കാൻ ആരുമില്ല, പക്ഷെ ഓർക്കാൻ ഒരാളുണ്ട്. അത് അത്യുന്നതനായിരിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുള്ള സ്തോത്രം ചെയ്യുകയാ. കുഞ്ഞെ, ലോകത്തിലെ വീട്ടുകാർക്ക് ആർക്കും നിന്നെ ഓർക്കാൻ സമയമില്ല.
നീ ചെയ്തിടമുണ്ടോ? പറഞ്ഞിടമുണ്ടോ? കൊടുത്തിടമുണ്ടോ? ഒന്നുമില്ല. എപ്പ സീറോയിൽ കിടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ ഓർക്കാൻ ആരുമില്ലെങ്കിൽ നീ പേടിക്കണ്ട. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യുക. ഈ പ്രാർത്ഥന എത്ര പേര് ആദരത്തിൽ നിന്ന് തുറക്കുന്നോ അവരുടെ മീതെ ദൈവത്തെ പറയുന്നു. നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ ആരൊക്കെ ഓർത്തില്ലേലും നിന്റെ ദൈവം നിന്നെ ഓർക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞോണേ. ഇന്ന് രാത്രി നിന്നെ ആരും ഓർക്കേണ്ടത് ദൈവം ഓർക്കുമെന്നേ. തമ്പുരാൻ ഓർക്കുമെന്ന്. നിന്റെ മിനിസ്ട്രി ഓർക്കാൻ പോകുക. നിന്റെ തലമുറ ദൈവം ഓർക്കാൻ പോകുക. ഓ, നിന്റെ ആവശ്യത ദൈവം ഓർക്കാൻ പോകുക. നീ വെച്ച വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അത് രണ്ട് പദമുണ്ട്. ഒന്ന്, എന്നെ ഓർക്കണം, എന്നെ മറക്കരുത്. ആമേൻ. ചിലരൊക്കെ നമ്മളെ മറന്നിട്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. ചിലരൊക്കെ ഓർക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ കർത്താവ് നമ്മൾ ഓർക്കും. ഞാൻ ചോദിച്ചൊരു പുരുഷ പ്രജയാണ്. ആമേൻ. കർത്താവ് എനിക്കൊരു പുരുഷ പ്രജ. എന്തിനാ പുരുഷ പ്രജ എന്നറിയാമോ? അവനൊരു പാസ്റ്റർ ആക്കാൻ. ചിലരൊക്കെ വലിയ നേർച്ച മുണ്ടക്കിയത്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു വീട്ടിലൊരു മരണം നടന്നു. ഒരു വീട്ടിലത്തെ മൂത്ത മോന് ആമേൻ സൂയിസൈഡ് ചെയ്തു. പ്രാർത്ഥിച്ചപ്പോൾ ആരാണ്ട് പ്രവാചകന്മാരുടെ പോരാട്ടമാണെന്ന് പറഞ്ഞു. ഇപ്പൊ കാണുന്ന എല്ലാം പോരാട്ടമാ. എതിലേ വന്നാലും കാക്ക മേളിക്കൂടെ പറന്നാലും പോരാട്ടം, അത് വീട്ടിൽ വന്നാലും പോരാട്ടം, എതിലേ പോയാലും എല്ലാം പോരാട്ടമാ. ഈ പോരാട്ടം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പല പ്രവാചകനും പ്രവാചകനും രക്ഷപ്പെടത്തില്ല. ഇന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ട് ഇപ്പൊ പിശാചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്തോ ചെയ്തേനെ വന്ന് എന്ന് പറയുന്ന പോലെ ഈ ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ അമ്മയോട്, ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ച കാര്യം, അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മകൻ സൂസൈഡ് ചെയ്ത പോരാട്ടമൊന്നുമല്ല, പക്ഷെ നിങ്ങൾ നേർന്നത് നിവർത്തീകരിക്കാഞ്ഞത് കൊണ്ട് അതിന്റെ തലമുറ പോയെന്ന് പറഞ്ഞു. അപ്പോ അപ്പനും അമ്മയെന്ന് തീരുമാനിച്ചു. ആദ്യ ജാതനെ ജനനത്തിങ്കിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞ് പുറത്തു വരാതിരുന്നപ്പോൾ അമ്മ ഉദരത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കാണായില്ല പെണ്ണൽ ഇതിനെ ജീവനോടെ തന്നാൽ ഇവൻ കർത്താവിന്റെ വേലക്കാരനാകും. എന്നാൽ ഉദരത്തിൽ നിന്ന് ദൈവം പ്രാർത്ഥന കിട്ട പുറത്തു കൊണ്ടുവന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ അവനെ വിട്ടത് ഒരു ചെറിയ ജോലിക്കാ വിട്ടത്. അവൻ ദുബായിലും പല രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി. അവൻ നല്ല വീടുണ്ടാക്കി, 2 നില വീട്, നല്ല മനോഹരമായിരിക്കുന്ന വീടുണ്ടാക്കി. പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോൾ രണ്ടാമത്തെ ഒഴിഞ്ഞ മുറിക്കകത്ത് അവൻ ആത്മഹത്യ ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. എന്തെന്നറിയാമോ? അപ്പൊ ഒറ്റ കാര്യമേ ഉള്ളൂ, എത്രയൊക്കെ ഉണ്ടാക്കിയാൽ കർത്താവിന് വേണ്ടി തലമുറ നേർന്നതാണെങ്കിൽ, കർത്താവിന് വേണ്ടി വിടുന്നൊരു ഒരു മാതാപിതാക്കൾ അകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, നേർന്ന നിവർത്തിച്ചിരിക്കണം. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാൽ ശക്തിയോടെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിനക്ക് ദൈവം ഒരു തലമുറ നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ കർത്താവിന്റെ വേലക്കാരനാകണമെന്ന് നീ ഒരു പ്രാവശ്യമെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നാല് നേർച്ചയൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞ ആ മോനെ കുറ്റം പറഞ്ഞിട്ട് കഥ, 38 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ആ മോനെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ആ മാതാവിനെയും പിതാവിനെ കുറ്റം പറയേണ്ടത്. കാര്യം ഇവര് പറഞ്ഞു കൊടുത്തില്ല. ഇവരൊരു വാക്കെങ്കിലും പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ അവൻ കർത്താവിന്റെ വേല ചെയ്തേനും, അവൻ ഇന്ന് ദൈവസ്ഥാനത്തിൽ കണ്ടേനും. പക്ഷെ ഒരു കയറിന്റെ മുമ്പിൽ അവൻ ഒരു ദിവസം അവൻ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഞാനും ആ മുറി ചെന്നു പ്രാർത്ഥിച്ചപ്പോൾ ആ മുറിയിൽ ബാക്കി കയറ് കിടക്കുക. പകുതി കയറേ മുറിച്ചുള്ളൂ. ആരും മുറിക്കാത്ത കയറാറില്ല. സ്തോത്രം. എന്തായാലും കൃപയാല് ധൈര്യത്തോടെ രണ്ടും കൽപ്പിച്ച് ഞാൻ കയറിയ കയറങ്ങ് അഴിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്നറിയാമോ ഞാൻ പറഞ്ഞ താല്പര്യം ചോദിച്ചാൽ അതൊക്കെ പേടിയാ. ഞാൻ കഴിഞ്ഞ ആരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ ഒരിടത്ത് മരിച്ചു വീണാൽ ആ വഴി സന്ധി കഴിഞ്ഞാൽ ആരും യാത്ര ചെയ്യത്തില്ല. ചെയ്യുമോ? എന്നാൽ ആ സ്ഥാനത്ത് ഒരു പട്ടി ചത്ത് കിടന്നാൽ എല്ലാ ദിവസവും നമ്മൾ യാത്ര ചെയ്യും. പട്ടിക്ക് ആത്മാവില്ല, മനുഷ്യന് ആത്മാവുണ്ട്. സ്വതന്ത്രം പറയാമോ? വല്ല പിടി കിട്ടുന്നുണ്ടോ? സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പൊ ആത്മാവുള്ളവന്, നിങ്ങളുടെ ഇരിപ്പ് കണ്ട ഒരാത്മാവില്ലെന്നാ തോന്നുന്നത്. ആത്മാവുള്ളവന് ചലിച്ചുകൊണ്ടിരിക്കും. ആത്മാവുള്ളവൻ മരിച്ചാലേ പേടിയുള്ളൂ. സ്വതന്ത്രം പറഞ്ഞാൽ സത്യമായിട്ട്. പാചകമൊക്കെ അടിക്കും, സന്ധി കഴിഞ്ഞ പുറത്തോട്ടിറങ്ങാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ? അതുകൊണ്ട് ഭയമൊക്കെ മാറി കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്ക്. കർത്താവ് അത്ഭുതം ചെയ്യുമ്പോ ചില ഹന്നാമാരെ നിരത്തിൽ തിരഞ്ഞെടുക്കാൻ പോവുക. ചില തലമുറയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജീവിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. ആർക്ക് വേണ്ടിയാ?
കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. സ്തോത്രം, ഹല്ലേലൂയ. ഏകദേശം 17 വർഷത്തിന് മുമ്പ് ഇവര് രണ്ടുപേരും വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹം മാറിപ്പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ മനുഷ്യനെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാകുമെന്ന്. അന്ന് ആ ഈ കൊച്ചു തൂങ്ങിച്ചാകാതിരിക്കാൻ വേണ്ടി ആ പയ്യനെ കെട്ടിച്ചു കൊടുത്തതാ. അപ്പൊ ദൈവം കൊടുത്തതല്ലേ? സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഇപ്പൊ പറയുന്ന കാര്യം കേട്ടോ, ഇങ്ങാരെ ഓർത്തോണ്ടല്ല, എന്റെ പിള്ളാരെ ഓർത്തോണ്ട് മാത്രമാണ് ജീവിച്ചത്. അത് വെറുതെ പറയുന്നതല്ലേ? അതുകൊണ്ട് ദൈവം തന്ന ഭർത്താവിനെ, ദൈവം തന്ന ഭാര്യയെ, ദൈവം തന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ പോറ്റുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുക. സ്തോത്രം പറഞ്ഞാൽ ശക്തിയോടെ. ഹല്ലേലൂയ. ദൈവം തന്ന കുടുംബത്തിനായി, ദൈവം തന്ന കുടുംബ ജീവിതത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കായി, നിലവിളിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഹന്ന പ്രാർത്ഥിച്ചു. എന്തെന്നറിയാമോ? 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു പോകുന്നൊരു കാലമുണ്ടായിരുന്നു. ആമേൻ. നിന്ദിച്ചവിടെ നടുവില് നമ്മുടെ തലമുറ ശുശ്രൂഷ ചെയ്യാൻ പോവുക. ആലയത്തിനകത്ത് കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അപ്പൊ അതിൽ കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ ഒരു കെടാത്ത വിളക്കുണ്ടായിരുന്നു. എന്തോ ഉണ്ടായിരുന്നു? ഒരു കെടാത്ത, ആലയത്തിനകത്ത് എന്തോ ഉണ്ട്? കെടാത്ത വിളക്കുണ്ട്. സ്തോത്രം. ആ ആലയത്തിന് പുറത്ത് കെട്ട വിളക്കും, ആലയത്തിനകത്ത് കെടാത്ത വിളക്കും. സ്തോത്രം പറഞ്ഞിട്ട് ശക്തിയോടെ. അപ്പൊ അതുകൊണ്ട് ഈ രാത്രിയിലും ദൈവത്തിന്റെ പറയുന്നു, നീ കെടാത്ത വിളക്കിന്റെ മുമ്പാകെയാണെങ്കിൽ നീ ഒരു ദൈവവിളി പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. ഈ ശമൂവേലിനെ പല പ്രാവശ്യം വന്ന് വിളിച്ചപ്പോൾ ശമൂവേൽ ചെയ്ത് ഏലി വിളിച്ചതായിരിക്കും എന്ന്. എന്റെ സഹോദരിമാരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളെയൊക്കെ പല പ്രാവശ്യം കർത്താവ് വിളിച്ചിട്ടുണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. അന്നേരം എല്ലാം വല്ലവരും വിളിയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന്, ഇപ്പൊ ചിലർക്ക് പുതപ്പം ഒരു തലകണം കിട്ടിയാൽ മതി, പിന്നെ ഇത് സ്തോത്രം വെള്ളിയാഴ്ച ഇല്ലാതെ പോലെ കിടന്ന് ഉറങ്ങുന്നത്. കർത്താവ് വിളിച്ചാൽ പോലും വന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അമ്മമാരെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, രാത്രിയിലും യാമാരംഭത്തിലും എഴുന്നേറ്റിരുന്ന് നിലവിളിക്കണമെന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. വടിതലയ്ക്ക് തളർന്നിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോല കണ്ണുനീരെടുക്കണമെന്ന ഈ രാത്രിയിൽ പരിശുദ്ധാന വത്സല എന്ന് പറയുന്ന ആന്റിയെ നോക്കി ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഒരു നിലവിളി ആവശ്യമാണ്, ശക്തമായ നിലവിളി ആവശ്യമാ. ആമേൻ. കൂടെ വന്നവരൊക്കെ പറഞ്ഞു, എടാ യേശുവല്ലേ വരുന്നേ, എടാ ബർത്തിമായി നിലവിളിക്ക് നിർത്തുന്നതിന് ശബ്ദം എന്നൊക്കെ പറഞ്ഞ് അവനെ അടക്കി വഴ നോക്കിയപ്പോഴും വചനം വായിക്കുന്നു, അവൻ അധികം ദൈവത്തോട് നിലവിളിച്ചെന്ന്. ആന്റിന്ന് സ്വത്രം പറഞ്ഞാൽ മനസ്സിലായോ? അധികം, ഇന്നുള്ളതിനേക്കാൾ അധികം ദൈവത്തോട് നിലവിളിച്ചാൽ, ഒന്നുകൂടെ ഒരു റേഞ്ചോടെ കൂട്ടി ദൈവത്തോട് നിലവിളിച്ചാൽ നടക്കാത്ത ദൈവത്തിന്റെ പ്രവർത്തികൾ കൂടാരത്തിനകത്ത് നടക്കും. ഹല്ലേലൂയ. നടക്കാത്ത ദൈവത്തിന്റെ പ്രവർത്തി കൂടാരത്തിനകത്ത് നടക്കും. ഇന്നുവരെ നടക്കാത്ത ചില ദൈവിക പദ്ധതികൾ ആ വീടിനകത്ത് നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുമ്പോൾ സമർപ്പണത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാണ്, കർത്താവേ, എന്റെ നിലവിളി ഞാൻ കുറയ്ക്കത്തില്ല, എന്റെ കരച്ചില് ഞാൻ കുറയ്ക്കത്തില്ല, എന്റെ ആർപ്പടൽ ഞാൻ കുറയ്ക്കത്തില്ല. ഞാൻ നിലവിളിക്കും, ഞാൻ പ്രാർത്ഥിക്കും, എന്റെ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുമെന്ന് ഉറപ്പുള്ളവർ ശക്തിയോടെ 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 എന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആരെവിടെ നിലവിളി കുറയ്ക്കുന്നു അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. ആരെവിടെ നിലവിളിക്കുന്നു, ചില തലമുറയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ആകെപ്പാടെ എല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. ഈ യാത്രയിലൊക്കെ ഞാൻ പലരെയും കാണുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി, വല്ലാത്തൊരു തലമുറയാണ് നമ്മുടെ തലമുറ. നമ്മുടെ കുഞ്ഞ് തെറ്റ് ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്റെ ദൈവന്റെ കുഞ്ഞ് തെറ്റേ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞ് തെറ്റ് ചെയ്യുമെന്ന് ഓർത്ത് വേണം പ്രാർത്ഥിക്കാൻ. കർത്താവേ, തെറ്റ് ചെയ്യാതെ എന്റെ കുഞ്ഞിനെ പരിപാലിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ തലമുറ എവിടെ ആയിരുന്നാലും ഒരു അമ്മയ്ക്ക് ഉറപ്പുണ്ടേ, എന്റെ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കും. അവൻ വഴിതെറ്റാൻ അനുവദിക്കുന്ന കാര്യം അവന്റെ മേൽ വെളിപ്പെടുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന. അമ്മമാരെല്ലാം സ്വതന്ത്രം പറഞ്ഞാൽ മനസ്സിലായോ? മാതാപിതാക്കളെ എല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിയമിച്ചതാ കേട്ടോ. പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഈ രാത്രി നിയമിച്ചതാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്ദിച്ചെടുത്ത് തന്നെ ആൻസി ജേക്കബ് പരിശുദ്ധാത്മാവ് മാനിക്കും കേട്ടോ. എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ കർത്താവ് മാനിക്കും. എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ കർത്താവ് മാനിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കെടാത്ത വിളക്കിന്റെ മുമ്പാകെയാ.
കാലിൽ ഒരു സാഹചര്യവുമില്ല ദൈവത്തെ ആരാധിക്കുവാൻ. ഒരു സാഹചര്യവും ഇല്ലാത്ത കാലത്തും കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ നരയോടെ പാതാളത്തിലേക്ക് താക്കരുത് എന്ന് ഒരു ഭക്തൻ പറഞ്ഞില്ലേ എന്നതുപോലെ പ്രാർത്ഥിക്ക്. അത്ഭുതങ്ങൾ കുടുംബത്തിൽ നടക്കാൻ പോവാ. നാളെ നടക്കേണ്ട അനർത്ഥത്തെ പോലും വഴിതിരിച്ച് മാറ്റിയിട്ട് ഒരത്ഭുതങ്ങൾ കുടുംബത്തിനകത്ത് നടക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ആത്മാവ് പറയുക. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളർക്കാൻ ജോയമ്മ ഓമനക്കുട്ടൻ സിസ്റ്ററെ പരിശുദ്ധാത്മാ പറയുന്നു, ഒറ്റ രാത്രിയെ ദൈവത്തിന് ആവശ്യമുള്ളായിരുന്നു. ഒരു ബദാംഗമ്പ പൂത്ത് പുറത്തു വരാൻ വേണ്ടി അനവധി ദിവസങ്ങൾ, അനവധി മാസങ്ങൾ എടുക്കുമെന്നാൽ ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് പൂത്തു തളർത്തതുപോലെ ഈ ദിവസങ്ങൾ ദൈവാത്ത പറയുന്നു, ഇന്നലകളിൽ തളർക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തിന്റെ തളർപ്പ് ആരംഭിക്കാൻ പോവാ. ആ കുടുംബത്തെ നോക്കി, പ്രിയ സഹോദരിയെ നോക്കി, ആ സിസ്റ്ററെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ചില കല്ലേറുകൾ, ചില പോരാട്ടങ്ങൾ, ചില വെല്ലുവിളികൾ ജീവിതത്തിനു നേരെ പിശാച് ആഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിലും മഹത്വം പ്രാപിച്ച് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായ ആലോചന കൈമാറുകയാ. ഉടകമന റമനഘടക ശന്തര രകൽഖമനഗസി അർദ്ധമന വൈഡ പ്രവനഘടകസി. മകളെ, ഇങ്ങനെ ഇന്ന് രാത്രി ദൈവാത്ത പറയുന്നു, ചിലരെ തീയിൽ നിന്ന് അവൻ വലിച്ചെടുക്കാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ദൈവം നിയമിച്ചിരിക്കുകയാ. എന്ന റൂട്ടിനെ കളയാൻ, റൂട്ട് പിന്മാറ്റക്കളയാൻ, റൂട്ടിനെ തകർത്ത് കളയാൻ പിശാചവന്റെ മുഴുവനത്തോടെ എഴുന്നേക്കും. സാധ്യതകൾ അനവധിയാണ്. യാഗപടത്തിലെത്തി കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആത്മാവ് ഇടപെടുകയാ. ഉടമന റമന ഘടക ശതുര ജഗൽഖനഗസിയ. നമ്മെ പുഴവക്കത്തെ വേദിയാക്കി പൗലോസ് പ്രസംഗം ആരംഭിച്ചു. അവൻ ആരും വേദി കൊടുത്തില്ല. പൗലോസിന് ആരും വേദി കൊടുത്തില്ല. ഇവിടെ വന്ന് പ്രസംഗിക്കാൻ പറഞ്ഞ ആരും വേദി കൊടുത്തില്ല. എന്നാൽ പുഴവക്കത്തെ വേദിയാക്കിയിട്ട് പ്രസംഗപീഠമാക്കി ഭക്തൻ പ്രസംഗിച്ചപ്പോൾ അവിടെ നടന്ന ഒരു സ്നാനമാകട്ടോ. ശക്തമായി പ്രാർത്ഥിച്ച് നടക്കുന്ന മീറ്റിങ്ങുകൾക്കകത്തെല്ലാം ചില ബാപ്റ്റിസങ്ങൾ നടക്കാൻ പോവാ. അടകൾ കമനഘടക ശന്തന. ചില ഷണ്ണന്മാർ വരാൻ പോകുകയാണെന്ന്, ആർക്കും മെരുങ്ങാത്ത ചിലതിനെ മെരുക്കിയെടുക്കാൻ ദൈവത്തിന് നിയോഗം ദൈവം കൈമാറുകയാ. ചില കളിയാക്കലുണ്ട്, ചില വിമർശനങ്ങളുണ്ട്, ചില പഴിചാരലുകളുണ്ട്, ചില ആക്ഷേപങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. എന്ന പട്ടണത്തിനകത്ത് ഞാൻ എന്നെ പുറത്തു കൊണ്ടുവരുന്ന നാളുകൾ ഒന്നുകൂടെ ഞാൻ പറയാ, ആമെ തകർത്ത് കളയുക, കീറി മുറിച്ച് കളയുക, തകർത്ത് കളയുവാൻ, ഒരു ശവപ്പെട്ടിക്കകത്ത് ഇരയാക്കി ഇടുങ്ങിയ ശവക്കിടയ്ക്ക് ഇരയാക്കുവാൻ പിശാച് ഡേറ്റ് വെച്ച ചില സമയങ്ങളുണ്ടായിരുന്നു. അതിനെ വെട്ടിപ്പൊളിക്കുന്ന ഒരു ആവശ്യം അത് ഇന്ന് രാത്രി ആ കുടുംബത്തിനകത്ത് അത് വിടുതൽ പരിണമിക്കുന്നു എന്ന് ആത്മ പറയുമ്പോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ആമേൻ പറയട്ടെ. ചില മരണത്തിന്റെ കെട്ടിനെ പൊട്ടിച്ചു മാറ്റി ദൈവത്തിന്റെ ചില വിടുതലുകൾ വെളിപ്പെടാൻ പോകുകയാ. ആത്മ പറയുന്ന നരിയാണെ ഉറപ്പിച്ചു നിർത്തി നടന്നും തുള്ളിയെ പാടി അകത്ത് കയറിയ ഒരു മുടന്തനെ പോലെ രമനഗസിയ. അടുത്തൊരു നിയോഗം ദൈവം കൈമാറുകയാ. അടുത്തൊരു നിയോഗം ദൈവം കൈമാറുകയാ. അടുത്തൊരു ലെവലിലേക്ക് എന്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു പദ്ധതിയുണ്ടെന്ന് ആത്മവിരാത്രി ഇടപെടുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. എന്റെ കർത്താവേ, അടുത്തൊരു യോഗത്തിലേക്ക് എന്നെയൊന്ന് വലിച്ചിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒരു അടുത്ത നിയോഗം നമ്മുടെ മേൽ വെളിപ്പെടാൻ പോവുക. ആമേൻ. ഞാൻ ഈ ദൂതും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോഴൊക്കെ ആ ദൂത് നിങ്ങളോട് പറയുമ്പോൾ അത് എന്റെ ദൂതായിട്ട് പോലും ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്നെ ഒഴിച്ചു മാറ്റി നിർത്തിയിട്ടല്ല ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. ഇതിനകത്തും എനിക്കും ഒരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എന്റെ ഏറ്റവും പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഒരു വീട്. എനിക്ക് സ്വന്തമായിട്ട് ഭവനമില്ല. ഒരു ഭവനം ഉണ്ടാക്കുക എന്നുള്ളതല്ല എന്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായി എന്റെ ഒരു വീട് വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട്. ഹല്ലേലൂയ. ഞാൻ അനവധി വാടക റെന്റ് വീടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ എന്റെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടെ
നിന്റെ കൃപയിൽ നിന്ന് പുറത്തു വരാൻ എന്നെ സഹായിക്കണമെന്നൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം കൊണ്ട് പ്രാർത്ഥിച്ചു. ബാക്കിയൊക്കെ കർത്താവ് തരും. യഹോവയുടെ കൃപ നിന്റെ അകത്ത് വേണം. യഹോവയുടെ കൃപ നിന്റെ അകത്ത് വേണം. എന്നോട് കർത്താവ് പറയുന്നു, ആമേ, നിലച്ചു പോയല്ലോ, നിന്നു പോയല്ലോ എന്ന് പറയുന്ന ചില പണിയെ കർത്താവ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഒന്നുകൂടെ ഒന്ന് തുടങ്ങാൻ പോവാ. ദൈവത്തെ പറയുന്നു, നിനക്ക് മീതെ ഇന്നുവരെ നടക്കാത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് നടത്താൻ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് കേട്ടോ. ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ ആത്മാവിശക്തമായി പ്രാർത്ഥിച്ച കർത്താവ് ശക്തമായിട്ട് പറയുന്ന ദൈവിക വെളിപ്പാടാണ് ഞാൻ കൈമാറിയത്. വിമർശനങ്ങൾ അതങ്ങനല്ലായിരുന്നല്ലോ. ഈ പൗലോസിന്റെ കൂടെ നടന്ന ഒരു ഒരാളുണ്ട്, അവന്റെ പേര് അലക്സാണ്ടർസ് എന്ന. അവന് ചെമ്പ് പണിക്കാനാണ്, ഇച്ചിരി കാശുള്ള പാർട്ടിയായിരുന്നു. തുറന്നങ്ങ് പറയുകയാണെ, ഒരു പൈസ ഉള്ള പാർട്ടിയായിരുന്നു. കാര്യം എന്തായാലും ചോദിച്ചാൽ വല്ലപ്പോഴും ഒക്കെ സഹായിക്കുന്നവനാണ്. അവൻ അങ്ങ് വിട്ടുപോയി. അവൻ വിട്ടുപോയിട്ട് പുറത്തിറങ്ങി പ്രസംഗത്തോടെ പ്രാർത്ഥന പ്രത്യുത്തരം പറഞ്ഞെന്ന്. ആ പ്രസംഗം ശരിയല്ല, അവരുടെ പ്രാർത്ഥനയൊന്നും അത്ര ശരിയല്ല. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം അനുഭവിച്ചിട്ട് പുറത്തിറങ്ങി അപവാദം സൃഷ്ടിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉയരട്ടെന്ന് ആത്മാ പറയുന്നേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രിയിൽ ആരൊക്കെ വിമർശിച്ചാലും വിമർശനത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല. അത് മറുപടി കൊടുക്കണ ഒരുവനുണ്ട്. യേശു എന്താ മറുപടി കൊടുക്കാഞ്ഞെന്നറിയാമോ? യേശു ചില കാലത്ത് നമ്മളാണെങ്കിൽ ഉരുളയ്ക്കുപ്പരി, ഞങ്ങളുടെയൊക്കെ റാന്നി ഭാഷയിൽ പറഞ്ഞാൽ, പ്രൊഫസർ ജാനൊക്കെ അറിയാം, റാന്നി ഭാഷ പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയും. അവൻ നിങ്ങൾക്ക് എന്തോന്ന് അറിയത്തില്ല, അറിയാമെങ്കിൽ സ്വോത്രം പറഞ്ഞാട്ടെ, മനസ്സിലായോ? അത് ഇങ്ങോട്ട് അവൻ ചെറിയ തോതിൽ അടിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ചെറിയ കല്ല് വരും, നമ്മൾ വലിയ കല്ലെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മറുപടി ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് 4 മന്ദിരിപ്പുണ്ടെങ്കിൽ പരിപാടി നിർത്തിക്കോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സൂം മീറ്റിംഗ് ആയിട്ട് ഇന്നൊരു സൂം മീറ്റിംഗ് നമ്മുടെ സഹോദരി സൂം മീറ്റിംഗ് എത്തിയിട്ടുണ്ട്. ഇന്നൊരു റാന്നിക്കാരൊരു പ്രസംഗിക്കുന്നത് കേട്ടിട്ട് വരട്ടെ. ബാക്കിക്ക് അറിഞ്ഞ 11 മണി 11:10 തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും സമയം കൊടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പരിപാടി നിർത്തിക്കോണം. വിമർശനത്തിന്റെ മറുപടി നമ്മൾ പറയരുത്, അത് തമ്പുരാൻ ഏറ്റെടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ സ്വതന്ത്രം ചെയ്യാൻ തയ്യാറുണ്ട്? യേശു മറുപടി ഒന്നും പറയാൻ എന്തെന്നറിയാമോ? യേശുവിനറിയാം എനിക്കൊരു ശുശ്രൂഷ മുന്നേ കിടപ്പുണ്ട്. എന്ത് ശുശ്രൂഷ പോകുന്നറിയാമോ? ഒരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്കാ പോകുന്നേ. ആമേൻ. അപ്പൊ വിടുതലിന്റെ ശുശ്രൂഷകൾ ആരും മറുപടി പറയില്ല കേട്ടോ. സ്വോത്രം. വിടുതലിന്റെ ശുശ്രൂഷകളൊന്നും മറുപടി പറയാനേ പോകരുത്. കാണിക്കുന്നതിന് എന്തെങ്കിലും കാണിച്ചോണ്ടിരുന്നോട്ടെ. വിടുതൽ ശുശ്രൂഷകളൊന്നും മറുപടി പറയരുത്. യേശു പറഞ്ഞു, ഞാൻ വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് പോവാ. ഏത് ശുശ്രൂഷയാ? പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കാൻ പോവാ. അത് വലിയ ശുശ്രൂഷയാ. അവൻ ജനിച്ച നാൾ മുതൽ കണ്ണ് കാണാത്തവന് പ്രാർത്ഥിക്കാൻ പോവാണെന്ന്. ഞാൻ ഈ ദൂത് ഏറ്റെടുക്കാം കേട്ടോ. ഇനി നമ്മളെല്ലാം ഏൽപ്പിക്കുന്ന ദൂതൊക്കെ അതൊക്കെയാ. സ്വോത്രം, 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 സ്വോത്രം എന്ന് കർത്താവ് പറയുന്നത് എന്നും പ്രവചനമല്ല, എന്നും ദൂത് പറച്ചിലല്ല. ഇനി ചില മിറക്കിൾ ശുശ്രൂഷ ചെയ്യാൻ, അധികാരത്തിന് ശുശ്രൂഷ ചെയ്യാൻ ദൈവ മേൽ ചില അധികാര കൈമാറ്റം നടക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവെ പ്രഖ്യാപിക്കുക, ആ ദൈവത്തിന്റെ മഹത്വം നീ തിരയാൻ പോകുകയാ. ദൈവത്തിന്റെ സാന്നിധ്യം നീ തിരയാൻ പോകുകയാ. ഇതുവരെ നീ ചെയ്യാത്ത ശുശ്രൂഷ അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് ചില വിമർശനങ്ങൾ നിനക്കെതിരെ എഴുന്നേക്കും. പക്ഷെ അതിനകത്തൊന്നും നമ്മൾ ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ചോണം, കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യും. ഈ ചിലരെ ശുശ്രൂഷയ്ക്ക് പ്രായത്തെ നിനക്ക് എന്നാ പ്രായം ഉണ്ടെന്ന് ചോദിക്കും. ചിലര് പ്രായം വെച്ചോണ്ടാ ശുശ്രൂഷ അളക്കുന്നേ. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിനോട് ചോദിച്ചു, നിനക്ക് അബ്രഹാമിനെ അറിയാമെന്ന് ചോദിച്ചു. നിനക്ക് അബ്രഹാമിനെ അറിയാമെന്ന് ചോദിച്ചു. കർത്താവിനോട് ചോദിച്ചിരുന്നത് പ്രായം അളക്കുക. ചിലർക്ക് പ്രായം അളക്കുക. ഈ പ്രായം അളന്നെങ്കിൽ ശുശ്രൂഷ വെളിപ്പെടുത്തലെന്നാ. സ്തോത്രം. ഇവിടെ 90 വയസ്സുള്ള പടുക്കിളവനാ പോയി എവിടെ കിടന്നത്? പത്മോസിൽ കിടന്നത്. 90 വയസ്സിന് അധികം ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് 7 സഭയ്ക്ക് ദൂത് എഴുതിപ്പിക്കാമെങ്കിൽ ഇവിടെ പ്രായം ഒന്നും വിഷയമല്ല. രാമൻ പറഞ്ഞാൽ സത്യോടെ. ഹല്ലേലൂയ. അവൻ 90 വയസ്സിലധികമായ ശരീരമൊക്കെ ചൊക്കിച്ചുളുങ്ങിയ ഒരു അപ്പച്ചനെ കൊണ്ടുവന്ന് എവിടെ ഇട്ടു? പത്മോസിന്റെ കടലിടുക്ക് നടുവിലിട്ടപ്പോ അവിടെ കിടന്ന് 7 സഭയ്ക്ക് ദൂതെഴുതിയത്. ഇന്ന് രാത്രി ദൈവാത്ത പറയുന്നു, ചില സഭയ്ക്ക് ദൂതെഴുതാ. നീ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ കണ്ടിരിക്കുക. ഒരു ആമേൻ പറഞ്ഞ ശക്തിയോടെ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ നീ ഒതുങ്ങി കൊടുക്കേണ്ടവനല്ല, നീ ഊർജം പ്രാപിച്ച പുറത്തു വരേണ്ടവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി വ്യക്തമായി വിളിച്ചു പറയുകയാ. അബ്രഹാമിന് എത്ര വയസ്സുണ്ടെന്ന് അബ്രഹാമിന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. കാരണം അബ്രഹാമിന്റെ പ്രായം അറിയെങ്കിൽ യേശുവിന്റെ പ്രായം അളക്കാനായിരുന്നു. ഈ പ്രായത്തെ അളക്കാൻ ചില പരിപാടിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ.
പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിടോ, ഈ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഈ ഞാൻ ഉണ്ടായിരുന്നു. ഇത്രേ പറഞ്ഞുള്ളൂ, പ്രായമൊന്നും പറയാൻ നിന്നില്ല. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ പിറവിയിലെ കൂടിനെ സൗഖ്യമാക്കി. പ്രായത്തെ ചൊല്ലി തർക്കമുണ്ടാകും, എന്നാലും സ്തോത്രം, ചിലർക്ക് ഈ പ്രായം കൂടത്തില്ല, കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. സ്തോത്രം. ചിലർ പ്രായം കുറച്ചാണെങ്കിൽ കൂട്ടി പറയും, ചില കൂടി ഇരുന്നോട്ടെ വിചാരിച്ച്. ഹല്ലേലൂയ. അപ്പൊ പ്രായം എത്രയാണെന്ന് എനിക്കും ദൈവത്തെ നല്ലവണ്ണം അറിയാം. സ്തോത്രം പറഞ്ഞ ശ്രദ്ധയോടെ. അതുകൊണ്ട് കേട്ടല്ലോ, ഇന്ന് രാത്രിയിൽ വിമർശനങ്ങൾ നിനക്കെതിരെ വന്നാലും ഭയപ്പെടരുത്. ദൈവത്തിന്റെ ദാസിമാരെ എനിക്കറിയാം, ഇതിനകത്തൊരു ഭൂരിപക്ഷം പേരും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്നവരാ. കേവലം ഒരു ജോലിയുണ്ട്, കേവലം ഒരു ഹൗസ് വൈഫാണ്, എങ്കിലും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുന്ന ചില സഹോദരിമാരകത്തുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അവരോടൊരു ദൈവിക സന്ദേശം അറിയിക്കുന്നു. നിങ്ങളെ നിന്ദിച്ചെടുത്ത് നിങ്ങളുടെ തലമുറ വചനം പ്രസംഗിക്കാൻ ആരംഭിക്കാൻ പോവുക. ആമേൻ. നിങ്ങൾ അപമാനിക്കപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവാ. സോണി എന്ന് പറയുന്ന ആ സിസ്റ്റർ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തേടുകയാ കേട്ടോ. നിങ്ങൾ തെരഞ്ഞു വന്ന് വിടുവിക്കാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. നിങ്ങളുടെ അടഞ്ഞ ചില അധ്യായത്തെ ഇന്ന് രാത്രി ദൈവം തുറക്കാൻ പോവാ. ഒരു പ്രതീക്ഷയുമില്ലാതെ മേശമേന്ന് അപ്പഞ്ഞുറുക്ക് മാത്രം ഉണ്ടെങ്കിലും മതിയെന്ന് പറഞ്ഞ് ഇരിക്കുന്ന കുടുംബത്തോട് ദൈവാത്ത പറയുന്ന ആമേൻ, ഹല്ലേലൂയ, അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവിക പദ്ധതിക്കകത്തൂടെ നിങ്ങളെ നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എവിടെയോ ചില വഴികൾ നിങ്ങൾക്ക് അടയ്ക്കപ്പെട്ടിരിക്കുകയാ. അറിഞ്ഞും കെട്ടും ചില വഴികളെ അടച്ച് ഒരു നന്മ വരാതെ പോലും നിങ്ങളുടെ വഴി അടച്ചിടുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയുകയാ, ഇതുവരെ തുറക്കപ്പെടാത്തൊരു വാതിലുകൾ, തുറക്കപ്പെടാത്ത വ്യക്തിക്കകത്തൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് പരിശുദ്ധ പറയുമ്പോൾ ഇന്ന് രാത്രി റിസീവ് ചെയ്തു. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും, ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമെന്ന് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇടപെടുകയാണ്. ആമേൻ. തീപ്പൊരി പറന്നുയരുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്ക് വേണ്ടി ജനിച്ചിരിക്കുക. അതുകൊണ്ട് കഷ്ടത ഒത്തിരി ഉണ്ട്. പക്ഷെ ദൈവം എന്നോട് കർത്താവ്, നിങ്ങൾക്കൊരു ഡോറ്, ഒരു ഇരുമ്പ് ചങ്ങലകൾ ഭേദിക്കപ്പെട്ട ഒരു ഇരുമ്പ് ഡോറ് നിങ്ങൾ കൊണ്ട് തുറക്കപ്പെടാൻ പോവാ. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വിടുതൽ കാണാൻ പോവാ. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇത് വലിയ ആശ്ചര്യം വന്നവനായിരിക്കാം, പക്ഷെ ഈ ദൂതിന് മുമ്പ് ശക്തി അവിടെ വ്യാപരിക്കുക കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് നടക്കത്തിരുന്ന പിശാച മുദ്രകുത്തിയ ചിലതിനെ തമ്പുരാൻ നടപ്പിലാക്കാൻ പോവാ. ഉയർച്ച വരത്തിരുന്ന പറഞ്ഞ മുദ്രകുത്തിയ ചിലതിന് മീതെ ദൈവത്തിന്റെ കരമറകുമെന്ന് ഇന്ന് രാത്രിയിലും ആത്മാവചനത്തോടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏലി പുരോഗതിന് മുമ്പാകെ ശുശ്രൂഷ ചെയ്തൊരു തലമുറ. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ തലമുറകളെല്ലാം കർത്താവ് മാനിക്കാൻ. ഒരാമയും പറഞ്ഞാട്ടെ, നമ്മുടെ തലമുറകളെല്ലാം ദൈവം മാനിക്കാൻ പോവാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളത്തെ ഒരു അനുഗ്രഹമാകാൻ പോവുക. ഇവിടെ ഏലി പുരോഹിതന് മുമ്പാകെ ആമേൻ ദൈവത്തിന്റെ ദാസിയുടെ ഹന്നയുടെ മകൻ വന്ന് ആമേൻ വിശ്രമിക്കുക. അവന്റെ വചനം വായിക്കുന്നു, ആലയത്തിനകത്ത് കെടാത്ത വിളക്കുണ്ട്, ആലയത്തിനകത്ത് പെട്ടകമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പെട്ടകത്തിന്റെ മുമ്പിലിരുന്ന ശമൂവേലിന് തെറ്റുപറ്റിയില്ല, ദൈവത്തിന്റെ വിളി കേട്ടു. പെട്ടകത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്ന ബോധമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ വിളി പ്രതീക്ഷിക്കുക. രാത്രി കർത്താവ് വന്ന് തട്ടി വിളിച്ചാല് കർത്താവിനെ തട്ടി മാറ്റിയിട്ട് കയറി കടത്ത് വീണ്ടും ഉറങ്ങരുത്. ആമേ, രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി വ്യക്തമായി ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിലരെ തൊടാൻ പോവുകയാണ്. ദൈവത്തിന്റെ വിളി നിന്റെ അകത്ത് വരാം. ദൈവത്തിന്റെ വിളി ഹല്ലേലൂയ നിന്റെ അകത്ത് വരാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക വിളിക്ക് വേണ്ടിയാണ് നീ പെട്ടകത്തിനകത്ത് വന്ന് കിടക്കുന്നത്. പെട്ടകത്തിനടുത്ത് കേട്ടോ. അപ്പൊ ആലയത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്? പെട്ടകമുണ്ട് കേട്ടോ. പെട്ടകം, ആലയത്തിനകത്ത് പെട്ടകമുണ്ട്. കെടാത്തൊരു വിളക്കുണ്ട്. ആലയത്തിന് പുറത്ത് എന്തോ ഇല്ല, പെട്ടകമില്ല. ആലയത്തിന് പുറത്ത് എന്തോ ഇല്ല, മൊത്തം കെട്ട വിളക്ക, എല്ലാം കരിന്തിരിയ. പക്ഷെ അകത്തിരിക്കുന്ന കെടാത്ത വിളക്കിന്റെ മുമ്പിലാണ് നിന്റെ തലമുറ വാസം ചെയ്യുന്നെങ്കിൽ നിന്റെ തലമുറ ദൈവ വിളി പ്രതീക്ഷിച്ചോ, നിന്റെ തലമുറ ദൈവ വിളിയിൽ ഉൾപ്പെട്ടവനാ. ആ വാത്സല്യ മാതാവേ, നിന്റെ തലമുറ നീ പോലും കാണാത്ത വേദി പങ്കിടാൻ പോവാ.
ഉടരബല ഹതുരി ഘടക ശന്ധര വൈഡ പ്രമാണ ഘടകസിയ അർദ്ധമന വൈഡ പ്രവിധി ഘടക ശൽഖമാന ഘടകസിയ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ദൈവത്തിന്റെ മഹത്വം നീ പ്രാപിക്കാൻ പോവാ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ദൈവം നിങ്ങളെ ഇരുത്താൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. സഹോദരി അനിത ആമേൻ, സ്തോത്രം. ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയില് ആമേൻ ആ സഹോദരി നോക്കിക്കൊണ്ട് ശക്തമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ പോവാ. ദൈവത്തിന്റെ ഒരു പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ പോവാ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട് ശക്തിയോടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു പദ്ധതിക്കകത്തേക്ക് ദൈവം നിങ്ങൾ ഈ ദിവസം നടത്താൻ പോവാ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയോഗത്തിനകത്തേക്ക് ദൈവം നിങ്ങളെ നടത്താൻ പോവാ. റീബ ഷെക്കേനി എല്ലാം പ്രോ ശബാന ഘടകസിയതന. ഉത്തരമില്ലാതെ കിടക്കുന്ന ചില ചോദ്യങ്ങൾ, മറുപടിയില്ല. ചില ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ചില ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്താണ് മറുപടി, എന്ത് വേണം മറുപടി എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ മീതെ ചില ആൻസറുകൾ വെളിപ്പെടാൻ പോവാ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചില മറുപടികൾ വെളിപ്പെടാൻ പോവാ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഒരു കാശിന് 2 കുരികൾ, 2 കാശിന് 5 കുരികളാണ് ശിഷ്യന്മാർക്ക് കിട്ടിയത്. ഒരു കാശിന് 2 കുരികൾ, 2 കാശിന് 4 വരാൻ വ്യവസ്ഥയുള്ളൂ. പക്ഷെ കിട്ടിയത് 5 കുരികളാ. അപ്പോ സ്വതന്ത്രം നമ്മൾ ചിന്തിക്കും, കർത്താവിന് തെറ്റ് പറ്റിയതാണ്, തിരിച്ചു കൊണ്ട് കൊടുത്തേക്കാന്ന് വിചാരിക്കും. തിരിച്ചു കൊടുക്കുമൊന്നും വേണ്ട. കർത്താവിന് വേണ്ടി നിന്നതിന്റെ ഒരു സൗജന്യം കൂടെ കർത്താവ് +1 ആക്കി തന്നിരിക്കുക. അപ്പൊ 4 കിട്ടേണ്ട സ്ഥാനത്ത് കർത്താവ് എത്രയെടുത്ത് തന്നു? 1 തന്നു. സ്വതന്ത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രി നടക്കാൻ പോകട്ടോ. ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി നടക്കാൻ പോവാ. റീബല ഘടകസി അർദ്ധമന വൈ പ്രമാണ ഘടകസിയ. ഒരു കാശ് കൊണ്ട് ചെന്ന് 2 കുരികൾ. കാരണം വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ അവിടെ സംഭവിച്ചെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ആ ദൈവത്തിന്റെ വിടുതലിലെ കുടുംബം കാണാം. എത്ര പേർ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? ആ കുടുംബത്തെ ഓർത്തൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം അവരെ കാണാൻ പോവാ. ദൈവത്തിന്റെ സാന്നിധ്യം അവരെ തിരിച്ചറിയാൻ പോവാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ഇവിടെ കാണാൻ പോവാ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹം അവര് തിരിച്ചറിയുന്ന ചില നാളുകളാ. ഊടാരാബലഹസി. ഹന്ന പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ നിന്നെ ഓർക്കണം, നീ എന്നെ മറക്കാതെ. ഞാൻ ചോദിച്ച വിഷയത്തിനൊക്കെ മറുപടി തന്നെ. ഞാൻ ആ പദം അങ്ങനെ പറയുക, ഞാൻ ചോദിച്ച വിഷയത്തിനകത്തൊക്കെ ദൈവത്തിന്റെ മറുപടി നടക്കണം. അപ്പൊ ദൈവം ഓർത്ത് ചില മറുപടി നൽകും കേട്ടോ. നമ്മളൊക്കെ മറക്കും, പക്ഷെ ദൈവം ഓർത്ത് ചില മറുപടി നൽകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ കർത്താവ് നമ്മളെ ഓർക്കുന്ന ദൈവമാ കേട്ടോ, ഓർക്കുന്ന ദൈവമാ. വചനത്തിനകത്ത് കാണുന്നു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. നമുക്കൊരു സംശയമുണ്ട്, നമ്മുടെ പേര് കർത്താവിന് അറിയാമോന്ന്. ചിലർക്ക് ആധാറിൽ ഒരു പേര്, SLC ബുക്കിനകത്ത് ഒരു പേര്, പള്ളിയിൽ ഒരു പേര്, സ്കൂള് വേറെ പേര്, പിന്നെ പിന്നെ പാസ്പോർട്ടിനകത്ത് വേറെ പേര്. ആകെപ്പാട് 25 പേര് കൊണ്ട് എങ്ങും പോകാനും പറ്റാത്ത കുടുങ്ങി കിടക്കുന്ന പല പാർട്ടികളും ഉണ്ട്. സ്വാതന്ത്ര്യം. അപ്പന്റെ പേര് ചിലയിടത്ത്, പിന്നെ ഒന്ന് അമ്മയുടെ പേര് വേറെടുത്ത്, ആകെപ്പാടെ പേര് മാറ്റി നമ്മുടെ സത്യത്തിൽ നമ്മുടെ പേരെന്താ നമുക്ക് പോലും അറിയത്തില്ല. യാക്കോബിനെ പണ്ട് ചോദിച്ചേട്ടാ നിന്റെ പേരെന്തോന്ന്? കർത്താവ് ചോദിക്കാൻ കാര്യം, എന്തിനാ ദൂതൻ ചോദിക്കാൻ കാര്യം എന്നറിയാമോ? ഇവൻ അപ്പന്റെ മുമ്പിൽ പേര് മാറ്റി പറഞ്ഞു. അപ്പൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തപ്പിയൊക്കെ നോക്കിയപ്പോ ഇവനെ കുഴപ്പമില്ല, എന്റെ ഇളയ മോനാ ചെയ്തി. അവൻ പറഞ്ഞില്ല ഞാൻ മൂത്തവനാന്ന് പറഞ്ഞു. കണ്ടോ, ഈ ഇളയ മക്കൾക്ക് ഇച്ചിരി കുരുട്ടുപണി കൂടുതലാ. അവന്മാരെ ചില കാര്യം ചോദിച്ചാല്, സത്യം പറഞ്ഞാൽ അവനെ അത്ര കള്ളത്തരം പഠിപ്പിച്ച തള്ളയാ, റിബേക്കയാ. സ്വതന്ത്രം. അമ്മമാരോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചുങ്ങൾ ഇച്ചിരൊക്കെ കള്ളത്തരം പഠിക്കുമെന്ന് എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാണ്. നിങ്ങൾ എന്നെ നാളെ വിളിക്കാതിരിക്കരുത്. സ്വതന്ത്രം. ഹല്ലേലൂയ. അമ്മമാരോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ കട അമ്മ പറയാം, അപ്പന്റെ സ്വഭാവം മൊത്തം എനിക്കറിയാം, നീ ഈ പരുവത്തിനങ്ങ് ചെന്നാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവിടെ ചെന്നപ്പോ അപ്പം കറക്റ്റാ പറഞ്ഞത്. അപ്പന്മാര് കറക്റ്റായി പറയുന്നേ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പം കറക്റ്റ് പറഞ്ഞടാ, ഇന്നതല്ലേ നീ, ഇന്നതല്ലേ. നമ്മൾ ഇല്ലല്ല ഞാൻ യേശവാ പെട്ടെന്ന് അനുഭവിച്ച പൊക്കോളാന്ന് പറഞ്ഞു. അനുഗ്രഹം കിട്ടി. പിന്നെ അവിടെ ബഹളമായി. സ്വതന്ത്രം. പറഞ്ഞതിന് താല്പര്യം എന്നെ ചോദിച്ചാ, ഈ പലർക്ക് പല പേരുകളാ. നമ്മുടെ പേരെന്താന്ന് പോലും ചിലർക്ക് അറിയത്തില്ല. സ്വതന്ത്രം. അല്ലേലോ 25 പേരുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ ശമൂവേലിനെ കർത്താവ് വിളിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ശമൂവേലുണ്ട്.
ആ ഷൗമേനെ ഓർക്കുമ്പോൾ ഈ ഷൗമേനെ എനിക്ക് ഓർമ്മ വരും. ആ ഷൗമേൻ എന്ന് പറയുന്നത് എപ്പോ നോക്കിയാലും മന്നമരുതി ഭാഗത്ത്, ഞങ്ങളുടെ റാന്നി മന്നമരുതി സ്ഥലമുണ്ട്, അവിടെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ റാന്നി ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മണി കഴിഞ്ഞ് ചെന്നാൽ അദ്ദേഹം സ്മോൾ അടിച്ചിട്ട് നിൽക്കാൻ, സ്മോള് അല്ലെ, ഈ വെള്ളം ഉണ്ടല്ലോ, മറ്റേ നിങ്ങൾ കുടിക്കാത്ത വെള്ളമുണ്ട്, ആ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്നത് കാണാം. സത്യം പറഞ്ഞാൽ ഓർക്ക് ഇവൻ ആരാ ഈ പേരിട്ടേന്ന് പറഞ്ഞ് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാര്യം ഈ ഷൗമേന്റെ പേര് പറയാൻ ആ ഷൗമേന്, ചിലതിന്റെ പേര് കളയാൻ ചിലത് ഇറങ്ങിയിട്ടുണ്ട്. സ്വത്രം പറഞ്ഞാൽ സ്ഥിതിയോടെ ഹാലൂയ, ആമേൻ ആമേൻ ഹാല. റിബേക്ക എന്ന പേര് വന്നാൽ ഓർത്താൽ റിബേക്ക ആയിരിക്കണം. എസ്തേർ എന്ന പേര് വന്നാൽ എസ്തേർ ആയിരിക്കണം. രൂത്ത് എന്ന പേര് വന്നാൽ രൂത്ത് ആയിരിക്കണം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നപ്പോഴത്തേന് ഒരു കൊച്ചിന് 6 വർഷത്തിന് ശേഷം ഒരു സഹോദരി ഒരു കുഞ്ഞുണ്ടായി. സ്തോത്രം. അവിടെ ചെന്ന് ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ പലവട്ടം പോയിട്ടുണ്ട്. എങ്കിൽ ഒരു ദിവസം ചെന്നപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ സിറ്റോട്ട് ഇരുന്ന് വചനം വായിക്കുന്നു. എനിക്ക് ഇഷ്ടം തോന്നി കേട്ടോ. ഈ വചനം വായിക്കുന്ന സഹോദരന്മാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ ഒരു ദിനവൃത്താന്ത പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ, സത്യം പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദിനവൃത്താന്ത പുസ്തകം വായിച്ചിട്ടുള്ളൂ. അതിനകത്തെല്ലാം മക്കളീന്നും കിക്കിളീന്നും നമുക്ക് വായിക്കൊള്ളാത്ത കുറച്ച് പേരുകളാണ്. സ്തോത്രം. ആ പേരൊക്കെ വായിക്കുമ്പോൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അന്യഭാഷ പോലൊക്കെ ഇരിക്കുമെങ്കിലും നമ്മൾ ആ പുസ്തകം അധികം വായിക്കാറില്ല. ദിനവൃത്താന്ത പുസ്തകം ഇതിനകത്ത് മിക്കാറും പേരും വായിച്ചിട്ടില്ല. സങ്കീർത്തനം 23-ാം സങ്കീർത്തനം പോലും അറിയത്തില്ല ചിലർക്ക്. അതെനിക്ക് നല്ലോണം അറിയാം. സ്തോത്രം. അതുകൊണ്ട് ഈ ദിനവൃത്താന്ത പുസ്തകം വായിക്കുന്നത് എനിക്ക് അവന്റെ സന്തോഷം. അവനെ ഓടിച്ചെന്ന് ഞാൻ പിടിച്ച, മോനെ നീ ദിനവൃത്താന്ത പുസ്തകം വായിക്കണോ? ആ സ്തോത്രം. ആന്നോ? ആന്ന് പാസ്റ്റേ. ആ കുഴപ്പമില്ല. രണ്ടുപേരും ദിനവൃത്താന്ത പുസ്തകം. അപ്പൊ ഭാര്യ ഭർത്താവ് നല്ല ആത്മീയരാ. പക്ഷെ ചോദിച്ചു മനസ്സിലായത് ഒരു പെങ്കൊച്ച് ജനിച്ചാൽ പേര് തപ്പുക. ഒരു പെങ്കൊച്ചാ ജനിച്ചത്, 6 വർഷത്തിന് ഒരു പെങ്കൊച്ച ദൈവം കൊടുത്ത്, അതിന് പേര് തപ്പുക. സ്വത്രം. നല്ല പേരായിട്ടെങ്കിലും കാലക്രമേണ വന്നപ്പോ ആ കൊച്ചങ്ങ് അനുസരണം കെട്ടുപോയി. അതുകൊണ്ട് ഈ പേരിനനുസരിച്ച് ഓടിക്കണം. സ്വത്രം പറഞ്ഞ ശക്തിയോടെ. ഹല്ലേലൂയ. പേര് രൂത്തെന്നാക്കിയ, പക്ഷെ രൂത്തല്ല, നവോമിയാ അത്. സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പേര് രൂത്തെന്നൊക്കെ ആണെങ്കിൽ അത് ഓർപ്പയാ. ഒരാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മനസ്സിലായോ? അതുകൊണ്ട് മനസ്സിലാക്കണം, ശമൂവേലിന്റെ പേര് വന്നാൽ ഓർത്തോണം, അത് ശമൂവേൽ തന്നെ ആയിരിക്കണം. ഒരു നല്ല രാമൻ പറയാമോ? സ്വത്ര. അപ്പൊ ശമൂവേൽ അന്നയ്ക്കൊരു മകനെ ദൈവം കൊടുത്തു. അവനെ ശമൂവേൽ എന്ന പേര് വിളിച്ചു. അപ്പോ കർത്താവൻ വിളിച്ചത് അമ്മയിട്ട പേര് തന്നെയാണ് കർത്താവൻ വിളിച്ചത്. അപ്പൊ അമ്മയിട്ട പേര് ആർക്കറിയാം? കർത്താവനറിയാം. കർത്താവ് സെലക്ട് ചെയ്ത പേരാണ് അമ്മ ഇട്ടത്. സ്വത്രം പറഞ്ഞാട്ടെ. അമ്മയും അപ്പനും ഒരു പേരിടും, പിള്ളേർ എന്ന് വേറെ പേരിടും. സ്വത്രം. ഹല്ലേലൂയ. അപ്പനും അമ്മ വിട്ട പേരൊന്നും പിള്ളേർക്ക് ഇപ്പൊ ഇട്ടമല്ല. അതുകൊണ്ട് അവർ ഇന്റർനാഷണൽ പേരായിപ്പെട്ടിരിക്കുന്നത്. അത് വായിച്ചു വരണമെങ്കിൽ ഭയങ്കര പാടാണ്. സ്വത്രം. അതുകൊണ്ട് വ്യക്തമായി ചിന്തിക്കണമേ. അമ്മ ഇട്ട പേര്, സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്തിട്ടോ? ആമേൻ. ശമൂവേൽ എന്നിട്ടോ. ആ ശമൂവേൽ എന്ന പേര് തന്നെയാണ് കർത്താവ് വിളിച്ചത്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോ ആദ്യം വിളി വന്നപ്പോൾ ചിന്തിച്ചു, ഇത് ഏലി പുരോഹിതനായിരിക്കും. പുള്ളി കണ്ണും കാണാതെ കിടക്കുക. പുള്ളിക്ക് വിളിക്കാൻ പോലും വയ്യാതെ ആകെപ്പാടെ അവസാനമായിട്ട് കിടക്കുക. സ്വത്രം. പുള്ളിക്ക് ശമൂവേലിനെ രാത്രി വിളിക്കാനുള്ള സമയമൊന്നുമില്ല. സ്വോത്രം. സ്വോത്രം. എന്തായാലും വിളി കേട്ടപ്പോ ഈ കുഞ്ഞ് ഓടിച്ചെന്ന ഏലിപ്പനെ ചെന്ന് പറഞ്ഞു, അപ്പച്ചൻ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, എന്റെ പൊന്നു കുഞ്ഞെ വിളിച്ചില്ല, ആകെപ്പാടെ ഞാനിവിടെ കണ്ണും കാണാതെ കിടക്കുക. സ്വോത്രം. കണ്ണും കാണാതെ എഴുതാനും വായിക്കാൻ അറിയാതെ ഞാൻ കിടക്കുക. എന്റെ കാഴ്ച പൊങ്ങി കിടക്കുക, കൃപയും പോയി കിടക്കുക. അതുകൊണ്ട് നീ പൊക്കളാൻ പറഞ്ഞു. ആ വീണ്ടും പോയിക്കളെ. വീണ്ടും ശൗമേലേ ശൗമേലേ എന്ന് വിളിച്ചു. രണ്ടാമത് വീണ്ടും ഓടിയപ്പോൾ അപ്പച്ചൻ ഒരു കാര്യം മനസ്സിലായി. ഇവനെ വേറെ ആരുമല്ല, ദൈവം തമ്പുരാൻ വിളിച്ച് അത് മനസ്സിലായി. അവനോട് കാര്യം പറഞ്ഞു കൊടുത്തു. 3-ാം പ്രാവശ്യം വിളി വന്നപ്പോൾ അവനോട് പറഞ്ഞു, നിന്നോട് പറയാൻ ഒരു ദൂത് എനിക്കുണ്ട്. ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യാൻ പോവാം. രാമൻ പറഞ്ഞാട്ടെ. ചില ദൂത് പറയാൻ ദൈവം ചിലരെ ഇന്ന് രാത്രി തെരഞ്ഞെടുക്കുമ്പോൾ, രജനി ശക്തിയോട് പ്രാർത്ഥിച്ചാൽ, ആന്റി ശക്തിയോട് പ്രാർത്ഥിച്ചാൽ, കർത്താവ് എന്തെങ്കിലും ആത്മീയ സന്ദേശം അറിഞ്ഞാൽ കലർപ്പില്ലാതെ ജനത്തോട് പറയാൻ ഇന്ന് രാത്രി കർത്താവ് അഭിഷേകം ചെയ്യാൻ പോകട്ടോ. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറഞ്ഞ ചില ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ച അധികാരത്തോടെ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറുള്ള സഹോദരിമാരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവദാസോട് ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ ശുശ്രൂഷയുടെ പങ്കാളിയാകാൻ ഞാനും ആഗ്രഹിക്കുന്നു. രാമൻ പറഞ്ഞ ശ്രദ്ധയോടെ, ദൈവത്തിന്റെ പൈതലെ നിന്നെ കുറച്ച് ഏൽപ്പിക്കാൻ ദൈവം പദ്ധതിയുണ്ട്. ചില ഇസ്രായേൽ ജനത്തോട് പറയാ, ചില സമൂഹത്തോട് വിളിച്ചു പറയാ. ഹല്ലേലൂയ. ദൈവം ചിലതിനെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ പോവാ. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചത് ചില ദൂത് പകരാനാ. നമ്മൾ ചിന്തിക്കും ഞങ്ങളുടെ പേര് വേറെ ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുക. ആർക്കും അറിയത്തില്ല. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം, നിങ്ങൾ എന്നെ ആ പേരിൽ വിളിക്കരുത്, എന്നാലും ഞാനങ്ങ് തുറന്നു പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂം മീറ്റിങ്ങിനകത്ത് കയറി കേട്ടോ പ്രിൻസസ്. ഞാൻ സൂമിനകത്ത് കയറിയപ്പോഴത്തേന് ഞാൻ പാസ്റ്റർ ജെയ്സൺ എന്ന് അടിച്ചു.
ഈ ജയകളുടെ ബി ആയിപ്പോയി. ജയകളുടെ ബി ആയിപ്പോയി, ബേസൻ എന്നായിപ്പോയി. ഒരാൾ പിന്നെ കൂടെ കൂടെ എന്നെ ബേസൻ എന്നാ വിളിക്കുള്ളൂ. അപ്പൊ എന്റെ പേര് ബേസൻ എന്നല്ല, അവരങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇട്ടതാ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഈ സ്പെല്ലിങ് മാറ്റി പോയി കഴിഞ്ഞാൽ പലരും പലത് വിളിക്കും. ബേസൻ എന്നല്ല, എന്റെ പേര് ജെയ്സൺ എന്ന്, എന്റെ അപ്പനിട്ട പേരാ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എന്റെ അപ്പൻ എങ്ങനെ ബുദ്ധി തോന്നി നല്ല പേരിടാൻ. സ്വതന്ത്രം. നല്ല പേര് മാതാപിതാക്കൾ ഇട്ടിട്ടുണ്ട്. അതേ പേരാ കർത്താവും വിളിക്കുന്നത്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചിട്ട് ചില ദൂതേൽപ്പിക്കും. ഒരു ഇസ്രായേൽ ഗോത്രത്തോട് പറയും ദൂതേൽപ്പിക്കുക, ഇസ്രായേലിൽ ഞാനൊരു കാര്യം ചെയ്യും, ഇത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴ. കാര്യം ഞാൻ പറയാ, പ്രാർത്ഥനയാണ്, ശുശ്രൂഷയാണ്, പുരോഹിതനാണ്, ദൈവത്തിന് നോട്ടമില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയില്ലാത്ത കാര്യത്തിന് കരം വെച്ച തലമുറയെ ദൈവ ഭൂമിന്ന് വെട്ടിമാറ്റി കളയുമെന്ന് ശമൂവേലിനോട് ദൈവം ഒരു ദൂത് പറയാൻ പറഞ്ഞു. നിന്റെ കൂടെ വിശ്രമിക്കുന്ന 80 വയസ്സിലധികം പ്രായമുള്ള ഏലിപുരോഹിതന്റെ തലമുറ ഇന്ന് വിശ്വാസത്തിനല്ല കുഞ്ഞെ. അനേക ഭക്തന്മാരുടെ തലമുറ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഹോദരി, നിന്റെ തലമുറയെ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ ദൈവം ഉപയോഗിക്കുന്ന ഉറപ്പുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. എന്റെ തലമുറയെ ഒരു പ്രവാചകനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ തലമുറയെ ഞാൻ അതിനായിട്ട് വേർതിരിക്കുകയാണ്. കർത്താവിന്റെ ദാസേ സജ്ജനെ ഹരിദാസ് പരിശുദ്ധാത്മാ പറയുന്നു, ചില പാരമ്പര്യത്തിന്റെ പോരുകളെ വെട്ടിമാറ്റാൻ ദൈവം നിന്റെ മകളുടെ മേൽ ഇന്ന് രാത്രിയിൽ ഒരു അധികാരത്തിന്റെ ആയുധം കരുത്തിലേൽപ്പിക്കാൻ പോവാ. കേട്ടോണെ, ചിലരെയൊക്കെ ഒരായുധം ഏൽപ്പിച്ചായിരുന്നു. മോശ ഏൽപ്പിച്ച ഒരു വടിയാ. അടിക്കാനല്ല വടി, ചെങ്കട നേരെ നീട്ടാന്. നമ്മൾ വടി കിട്ടിയാൽ ഉടനെ അടിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്പരാൻ പലതും ഏൽപ്പിക്കാത്ത അതുകൊണ്ടാ. വടി ദൈവം തന്നത് ചെങ്കടന മീതെ നീട്ടാനാ. ഒരുത്തന്റെ ദൈവം കൊടുത്ത കഴുതകിട പച്ച താടിയല്ല. എന്നറിയാമോ? വീട്ടില് സ്തോത്രം ഹല്ലേലൂയ ഡൈനിങ് ടേബിളിൽ പൊതിഞ്ഞു വെക്കാൻ തന്ന ദാനമല്ല, അത് പബ്ലിക്കിലേക്ക് കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ വെട്ടിഞ്ഞുറുക്കാൻ ദൈവം തന്ന ആയുധമാ. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ദൈവം കൊടുത്തത് ഒരു 5 മിനുസമുള്ള കല്ല. ഇതെന്തിനാ ചോദിച്ചാ, മല്ലനെ എറിഞ്ഞു വീഴ്ത്താനാ. സഹോദരി, ദൈവാത്ത പറയുന്നു, ഒരായുധം ദൈവം കരത്തിലേൽപ്പിക്കാൻ പോകട്ടോ. ഉടമന റവനഘടകസിയ ഒറ്റയ്ക്കാണെന്ന് ചിന്ത വേണ്ട. ചില പാരമ്പര്യത്തിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി നിന്റെ മകളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് ആമേൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ ദൈവ സഹോദരിയോട് ചേർന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. ആ കൃപ എന്റെ മെത്താ അപ്പാ എന്ന് പറയുന്ന ഒരാത്മതലം ഇന്ന് രാത്രി ശക്തിയോട് ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാ. പരിശുദ്ധാത്മ മകനെ വീണ്ടും പരിശുദ്ധാത്മ വിരൽ ചൂണ്ടുകയാണ്. ഹല്ലേലൂയ. ഓബേദോമിന്റെ ഭവനത്തിൽ 3 മാസം പെട്ടകം വരുന്നു. ഗിത്യനായിരിക്കുന്ന ജാതിയിലായിരിക്കുന്ന ഓബേദോമിന്റെ 3 പെട്ടകം ഇരുന്നു. ഈ പെട്ടകം പലർക്കും വേണ്ട. എന്നാൽ പെട്ടകം എനിക്ക് പോരട്ടെ. സഭയിലൊക്കെ പാസ്റ്റർമാര് പറയും, അടുത്ത ആഴ്ച പ്രാർത്ഥന ആർക്കാ? ചിലര് പാസ് അടിക്കും, പാസ് അപ്പുറത്തുകാർക്ക് പോട്ടെ. ചിലര് പറയും, ഈ പ്രാവശ്യം എനിക്ക് വേണ്ട, അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് ഞാൻ എടുത്തോളാം. നീ റൗണ്ടും വെച്ചോണ്ടിരിക്കുകയുള്ളൂ. സ്വതന്ത്രം വീട്ടിൽ വന്ന് ന്യായവിധി കയറാതിരിക്കാൻ അടുത്ത പ്രാർത്ഥന അടുത്ത പാസ്വേഡ് എന്ന് പറയണം, അടുത്ത പ്രാർത്ഥന എന്റെ വീട്ടിൽ ഇരിക്കട്ടെന്നോ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ പെട്ടകം വന്ന് കുടുംബത്തിലോട്ട് കയറി ഇപ്പൊ 3 മാസം ഇരുന്നുള്ളൂ. സന്തതിയെ പോലും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുകയാ, കുടുംബത്തിനകത്തൊരു ഒരു നന്മ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. റീമാനകടകസി ഇതെല്ലാമേൻ ആമേൻ. ഒരു ഭക്തൻ വന്ന് യാക്കോബ് വന്ന് വെളിയിൽ നിന്നപ്പോൾ ലാബാനും യാക്കോബും നമ്മളുടെ പഠനം നോക്കുമ്പോൾ അവിടെ കാണുന്ന യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്ത് നീ പുറത്തു നിൽക്കുന്നു, നീ അകത്തുവാ എന്ന് പറഞ്ഞ് ഒരുവനെ പിടിച്ച് അകത്ത് കയറ്റിയതുപോലെ ദൈവാത്ത പറഞ്ഞ ഒരു അനുഗ്രഹം അകത്ത് കയറാൻ പോവാ. പ്രാർത്ഥിച്ച് സ്വീകരിച്ചു. 2 കൈയും നീട്ടി അത് ഏറ്റുവാങ്ങിക്കോ. ഒരു വലിയ പദ്ധതി, ഒരു നന്മ എന്റെ കർത്താവ് കരത്തിന് ദിവസങ്ങൾ ഏൽപ്പിക്കാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുകയാ. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കണമേ. ഒരു വലിയ കാര്യം കർത്താവ് ചെയ്യാൻ പറ്റേ. ഏലിപുരോഹിതന്റെ തലമുറ അവര് പട്ടുപോയെന്നറിഞ്ഞപ്പോൾ, ഇത് അപ്പൻ അറിഞ്ഞപ്പോൾ, അപ്പൻ എങ്ങനെ മരിച്ചെന്നറിയാമോ? പെടലി ഒടിഞ്ഞ് മരിച്ചെന്നാ. പുറകോട്ട് ആവുങ്ങ വീണു, പെടലി ഒടിഞ്ഞ് അന്നേരം ആള് തീർന്നു. കേട്ടോണേ, ചില ന്യായവിധി ചില കുടുംബത്തെ കയറാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്നുകൂടെ ഞാൻ ചില കാര്യം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാ.
പ്രവാചകന്റെ വീട്ടിൽ ശാപമുണ്ട്, രാജാവിന്റെ വീട്ടിലും ശാപമുണ്ട്, പുരോഹിതന്റെ വീട്ടിലും ശാപമുണ്ട്. ഒരാമൻ പറഞ്ഞാട്ടെ. ഈ ശാപം നമ്മുടെ വീട്ടിലേക്കാതിരിപ്പാനാ ദൈവാത്മ പറയുന്നത്. പെട്ടകം നമ്മുടെ കരത്തിലുണ്ടാകട്ടെ. കെടാത്ത വിളക്കിന്റെ മുമ്പാകെ ഒരു വിശ്രമം നിനക്ക് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും വ്യക്തമായി വിളിച്ചു പറയുകയാ. ഒരു ഏലി പുരോഹിതന്റെ തലമുറ അവര് യുദ്ധക്കളത്തിൽ വെച്ച് പട്ടുപോയി നിറഞ്ഞപ്പോൾ, മക്കളുടെ അധപ്പതനം അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ. ആ പിതാവും പുറകോട്ട് വീണ് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ഇടവന്നു. അന്നേരം കൃപയിൽ നിന്നത് ഭക്തയായിരിക്കുന്ന ഹന്നയുടെ തലമുറയാ. എത്ര അമ്മമാർ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? എന്റെ തലമുറ തീയാകാൻ പോവാ. എന്റെ തലമുറ ഒരു അനുഗ്രഹമാകാൻ പോകുക. എന്റെ തലമുറയിൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ശക്തമായിട്ട് പറയുന്നു, നിന്റെ തലമുറയെ കുറിച്ച് നീ ചിന്തിച്ചതുപോലെ, നീ പറഞ്ഞതുപോലെ അവനെ അല്ലെങ്കിൽ അവളെ കർത്താവ് മാനിക്കാൻ പോവുക. നീ പോകാത്ത പട്ടണങ്ങൾ, നീ പോകാത്ത അവനെ പ്രവേശിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇന്ന് രാത്രി അല്പസമയം പ്രാർത്ഥിച്ചാൽ, ഒരു 10 മിനിറ്റൂടെ എന്റെ മുമ്പിലുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആത്മാവ് ജനത്തിനോട് പ്രാർത്ഥിക്കാൻ പോകുക. ആത്മാവ് ജനത്തോട് പറയുന്നു, നിന്റെ തലമുറ നീ ചവിട്ടാത്ത മണ്ണ് ചവിട്ടാൻ പോവാ. നിന്റെ തലമുറ നീ പോകാത്ത ഓഫീസിൽ പോകാൻ പോവാ. നിന്റെ തലമുറ നീ കയറി ഇരിക്കാത്ത സീറ്റിൽ ഇരിക്കാൻ പോവാ. നീ ഒരു സാധാരണക്കാരിയല്ല കുഞ്ഞെ, നീ നിന്റെ മക്കളുടെ പ്രവാചകിയാകാൻ പോവാ. നീ നിന്റെ കുടുംബത്തിലെ പ്രവാചകിയാകാൻ പോവാ. നിന്നെ നോക്കിക്കൊണ്ട് ദൈവാത്മ പറയുന്നു, നിന്റെ തലമുറ ഈ കാലഘട്ടത്തിന്റെ പ്രവചന ശുശ്രൂഷ പറയുന്നവളായി. ഓ രബലഘടക ഇതുവരെ ആരും നേടിയെടുക്കാത്ത ദൈവിക മഹത്വം ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ശക്തിയോടെ രാത്രി വ്യാപരിക്കുന്നുണ്ട്. അനേകരെ വിശ്വാസത്തായിലേക്ക് നിൽക്കുമ്പോൾ കർത്താവിന്റെ ദാസിയോട് ഈ മീറ്റിംഗിന്റെ ലീഡർഷിപ്പ് ചെയ്യുന്ന, ഈ മീറ്റിംഗിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയോട് ദൈവാത്മ പറയുന്നു, എങ്ങനെങ്കിലും നിർത്തിയാൽ കൊള്ളാമെന്ന് ചിന്തിച്ച എത്രയോ നാളുകളുണ്ടായിരുന്നു. ഒരു സപ്പോർട്ടും ഇല്ല, ഒരു ബാക്ക് സപ്പോർട്ടും ഇല്ല. ഇതങ്ങ് നിർത്തിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ചിലരെയൊക്കെ സെറ്റിൽ ചെയ്ത് വെച്ചായിരുന്നു, ഇത് ഇന്നാരെ ലയിപ്പിച്ചാൽ പുറകിൽ നിന്ന എനിക്കൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടും എക്സിറ്റ് അടിക്കാൻ ദൈവം അനുവദിക്കാതെ കർത്താവിന്റെ ദാസിയെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചില സാഹചര്യം നോക്കിയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ചിലരുടെ വാക്കുകൾ കേട്ടപ്പോൾ ചിലത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ചിലരുടെ സംഭാഷണം കേട്ടപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്ന കർത്താവിന് ദൈവത്താൽ ആരംഭിച്ചതൊന്നും പിശാചിനെ തടയാൻ പറ്റില്ല. ദൈവാത്മം ശക്തമായി പറയുന്നു, കൊയ്തു വച്ച കറ്റയ്ക്കകത്തുനിന്ന് നെൽമണി വാരി പറക്കുന്ന പോലെ ആത്മാക്കളെ ഊരിയെടുക്കുന്നവരുണ്ട്. വളരെ സൂക്ഷിക്കാൻ ദൈവാത്മ പറയുന്നു. കഷ്ടപ്പെട്ട് പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ പലർക്കും ഇന്ന് നമ്മൾ ആരുമല്ലാത്തവരെ പോലെ ആയിത്തീർന്നിരിക്കുക. എന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഒരു നന്മ വെളിപ്പെടും കേട്ടോ, ഒരു അനുഗ്രഹം വെളിപ്പെടും. ചില സാധ്യതകൾ ഇപ്പൊ വളരെ കുറവാണ്. സാഹചര്യം നോക്കിയാൽ പത്മോസിന്റെ കടലെടുക്കണ നടുവിൽ യോഹന്നാൻ കിടക്കുക. യോഹന്നാനെ കൊണ്ടിട്ടപ്പോൾ കഴുകന്മാർ ചിറക് വരിച്ച് നിൽക്കും. ഇവനെ ശ്വാസം പോയാൽ ഉടനെ എനിക്ക് കുത്തി അവനെ ആകാരമാക്കണം. കർത്താവ് പറഞ്ഞു, ഇല്ലട കൊച്ചേ, നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കുകയില്ല. നിന്നെ അവര് തള്ളിയത, പക്ഷെ ഞാൻ നിന്നെ തള്ളിയിട്ടില്ല. നിന്നെ അവർ ഒറ്റപ്പെടുത്തി, പക്ഷെ ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നെ വേണം. എന്തിനെന്നറിയാമോ? എനിക്ക് ചിലരോട് ദൂത് പറയാൻ യൗവനക്കാരെ വേണ്ട, പക്ഷെ വാർദ്ധക്യമുള്ള നിന്നെ എനിക്ക് വേണം. കാര്യം നിന്റെ ഇതുപോലെ പേന എടുത്തിട്ട് ഒന്ന് എഴുതാൻ നിനക്ക് പറ്റുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ കരത്തെ ഞാൻ ബലപ്പെടുത്താൻ പോകുകയാ. കർത്താവിന്റെ ദാസ്യമാണ് പറയുന്നു, അന്ത്യകാലത്ത് പലരും പാടി ആരാധിക്കാൻ പറ്റിയ അനുഗ്രഹിക്കപ്പെട്ട പാട്ടിന്റെ ഈരടി എഴുതാ ദൈവം നിന്റെ കരത്തിന്റെ തൂലിക ചലിപ്പിക്കാൻ പോവുകയാണെന്ന് ആത്മാ പറയുമ്പോൾ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്?
വിശ്വസിക്കുന്ന ദൈവത്തിനും നന്ദി പറഞ്ഞാട്ടെ. അവന്റെ മഹത്വത്തിന്റെ രാത്രിയിൽ ചില കുടുംബങ്ങൾക്കകത്ത് ചലിക്കാൻ പോകുകയാ. നീറോ ചക്രവർത്തി കൊണ്ടിട്ടത് തീരാൻ കൊണ്ടിട്ടതാ കേട്ടോ. പക്ഷെ കർത്താവ് അതിനെ കണ്ടിരിക്കുന്നത് തീരാനല്ല, അവൻ അസ്തമിപ്പിച്ചെടുത്ത് നിനക്ക് വേണ്ടി ചിലത് കർത്താവ് ആരംഭിക്കാൻ പോവാ. നീറോ ചക്രവർത്തി കൊണ്ടിട്ടത് അവൻ ഇതിനെ ഉടച്ചു കളയാനാ. പക്ഷെ ദൈവം കണ്ടത് എഫെസോസ് തുടങ്ങി ലവോദിക്ക വരെ 7 സഭയ്ക്ക് ദൂതെഴുതാ. ദൈവം നിനക്കുന്ന പ്ലാറ്റ്ഫോമാണ് പത്മോസ്. ദൈവത്തിന്റെ പൈതലെ ഇരുന്നെഴുതാൻ നല്ല ചെയറില്ല, നല്ലൊരു ടേബിളില്ല, നല്ലൊരു പേന ഇല്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ എഴുത്. ഈ വേദി ആർക്കും കൊടുക്കാത്തൊരു വേദി. ആത്മാവ് ആരോട് ഇടപെടുക കേട്ടോ. ആർക്കും കൊടുക്കാത്ത ചില വേദി ദൈവം നിനക്ക് ഒരുക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. പത്മോസും നിനക്ക് പലക്കും ഒരു ഘോരമായിരിക്കാം, പക്ഷെ പത്മോസും നിനക്കൊരു അനുഗ്രഹത്തിന്റെ കലവറയാ. പത്മോസ് പലക്കൊരു ഭീഷണിയായിരിക്കാം, എന്നാൽ പത്മോസും നിനക്കൊരു അനുഗ്രഹത്തിന്റെ വേദിയായി മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഷാരോനസ് മകനെ, ദൈവാത്മ പറയുന്നു, നിനക്ക് ആമെ പ്രതികൂലമെന്ന് ചിന്തിച്ച പലതും നിനക്ക് ഇന്ന് രാത്രി അനുകൂലമാകാൻ പോകുകയാ. നീ ഇരിക്കുന്നിടത്ത് ചില നന്മ വെളിപ്പെടാൻ പോകുകയാ. നീ ഇരിക്കുന്നിടത്ത് ചില വിടുതൽ വെളിപ്പെടാൻ പോകുകയാ. ആമെ പലർക്കും അരോചകം തോന്നിയ കാര്യങ്ങൾ നിനക്ക് യോഗ്യമായി ദൈവം ചെയ്യാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രി ആത്മശക്തമായി രാത്രി ഇടപെടുകയാ. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ലീഡ് ചെയ്ത ദൈവത്തിന്റെ ദാസനോട് പരിശുദ്ധാത്മ പറയുന്നു, അർദ്ധമാ വവന ജഗനഗണക കുടുംബം അടച്ച ചില വാതിലുണ്ട്. രക്തബന്ധങ്ങൾ പോലും അടച്ച ചില വാതിലുകളുണ്ട്. സ്നേഹിച്ചവരും സ്നേഹം തന്നവര് പരിഗണന തരാന്ന് പറഞ്ഞ സ്നേഹിച്ചവരെ ചേർത്ത് നിർത്തിയവരും അടച്ച ചില വാതിലുകളുണ്ട്. അതിനെയോർത്ത് പാരപ്പെടണം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ ദാസന് വേണ്ടി ചില വാതിലുകളെ ദൈവം തുറന്ന് ഇരുമ്പോടമ്പലുകളെ കണ്ണിച്ച് ചിലതൊക്കെ കരത്തി വരത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറക്കുന്ന ആത്മാവ് ദൂത് പറയുകയാ. കരയണമെന്ന് പലപ്പോഴും മനസ്സുണ്ടായിട്ട് കരയാതെ, നിലവിളിക്കണമെന്ന് മനസ്സുണ്ടായിട്ട് നിലവിളിക്കാതെ, അത് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന ഭക്തനോട് ദൈവാത്മ പറയുന്നു, വേഗത്തിൽ ഞാൻ എന്റെ പ്രതിക്രിയ ചെയ്യാൻ പോവാണെന്ന്. ഇന്ന് രാത്രിയിലും ആത്മാവ് അങ്ങനെ ദാസനൊക്കെ വ്യക്തമായി രാത്രി ദൂത് വിളിച്ചു പറയുകയാ. ചുടം നെഞ്ചു പൊട്ടുമാറും വേദന തിന്ന ചില നാളുകൾ ഉണ്ടായിരുന്നു. അതിന്റെ നടുവിലും അങ്ങയുടെ ഭക്തനോട് ദൈവാത്മ പറയുന്നു, ഭാരപ്പെടേണ്ട കരഞ്ഞ വിഷയത്തിന്റെ മറുപടികൾ ചില മണിക്കൂറുകൾക്കകത്ത് വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. ഞാനൊരു ആദ്യ സന്ദേശം ഈ ദിവസം എന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം പകരപ്പെട്ട ഒരു സന്ദേശം കൂടെ കർത്താവിന്റെ ദാസനുമുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ദാസനെ, സഹോദരിമാർ രണ്ടുപേരും ചിന്തിച്ചു, എന്റെ സഹോദരി കല്ലറയ്ക്കകത്ത് കിടക്കാൻ 4 ദിവസം നാറ്റം വെച്ചെന്ന്. എന്ന തമ്പുരാൻ തീരുമാനിച്ചു 4 ദിവസം അവിടെ ചീഞ്ഞു നാറി കിടക്കട്ടെ, 5-ാം ദിവസം ഞാൻ വിടുതലുമായിട്ട് അവിടെ ചെല്ലും. എന്നോട് ആത്മാ പറയുന്നു, 4 ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ അസാധാരണമായ വിടുതൽ ആ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുക. എത്ര പേര് അത്ര വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂത് ഏറ്റെടുത്ത ഇന്ന് രാത്രി കടന്നു വന്ന 45 പേരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാനൊരു വിടുതൽ കാണാൻ പോകുകയാ. അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ചില വിടുതൽ കാണാൻ പോകുകയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ചീഞ്ഞ് നാറ്റം വെച്ച അഭിഷേകത്തിനകത്ത് ദൈവത്തിന് വിടുതൽ നടക്കുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥലത്ത് ദൈവത്തിന് വിടുതൽ നടക്കുന്നത്. അതുകൊണ്ട് ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൂത് കൈമാറാൻ ദൈവം തയ്യാറാ. എന്ന ദൂത് ഏറ്റെടുക്കാൻ ശമൂവേലേ നീ തയ്യാറാണെങ്കിൽ ഇസ്രായേലിൽ ഞാൻ വലിയൊരു കാര്യം ചെയ്യും. ഇത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഒരു കുടുംബത്തെ ഞാൻ ദേശത്തുനിന്ന് പറിച്ചു മാറ്റി